നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങിപ്പോകാം. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഒരളവിൽ മറുപടി പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. അതിൽ തൻ്റെ ചോദ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് സ്വർഗസ്വനായ പിതാവേ എന്നുള്ള കർത്താവ് പഠിപ്പിച്ച ആ പ്രാർത്ഥന ചൊല്ലാത്തത്, അതങ്ങനെ തന്നെ ഏറ്റുപറയാത്തത് എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. അദ്ദേഹം മാത്രമല്ല, ഉലകത്തിലുള്ള സകല എപ്പിസ്കോപ്പൽ സമൂഹത്തിലുള്ള അതിലെ ശുശ്രൂഷകരും അതിലെ ജനങ്ങളും എല്ലാം എല്ലായ്പ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. കാലങ്ങളായ ആ ചോദ്യത്തെ നമ്മൾ ഇങ്ങനെ നേരിടുന്നു. എന്നാൽ ഫലപ്രദമായ നിലയിൽ മറുപടികൾ അങ്ങനെ അധികം ആരും പറയാറില്ല. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചോദിക്കട്ടെ, അതിനിപ്പോൾ ഞാനെന്ത് വേണം എന്നുള്ള നിലയിലാണ് ഓരോരുത്തരും സഞ്ചരിക്കുന്നത്. പക്ഷേ വളരെ സ്നേഹബുദ്ധിയ നമ്മോട് ചോദ്യങ്ങളെ ചോദിച്ച അദ്ദേഹത്തോട് നമ്മളും അതേ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് മറുപടികൾ പറയുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു പോയപ്പോൾ ദൈവസ്നേഹത്താൽ നിറഞ്ഞു മറുപടി പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ദൈവസ്നേഹത്താൽ തന്നെ നമ്മൾ മുന്നറിയിപ്പുകളും കൊടുത്തിരുന്നു. അച്ഛനാണെങ്കിലും കൊള്ളാം, കോറെപ്പിസ്കോപ്പിയാണെങ്കിലും കൊള്ളാം, മെത്രാനാണെങ്കിലും കൊള്ളാം, ഇതാണ് യാഥാർത്ഥ്യം എന്നൊക്കെ പറഞ്ഞു. അതൊന്നും എന്തെങ്കിലും ദേഷ്യം കൊണ്ടൊന്നുമല്ല. എല്ലാവരും ആ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്ന് നമ്മളും ആഗ്രഹിക്കുന്നു, വിശിഷ്യ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാനൊക്കെ ഇടയായിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ, അതായത് 2 ആഴ്ച അടുപ്പിച്ച് ആ ഒരു വിഷയത്തിൻ്റെ മറുപടി പറയുമായിരുന്നു. ആദ്യത്തെ ആഴ്ച പറഞ്ഞ കാര്യങ്ങളുടെ ബാലൻസ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ആദ്യത്തെ ആഴ്ച പറഞ്ഞ കാര്യങ്ങൾ ധാരാളം പേര് കേൾക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കേട്ടോന്നറിയില്ല, കാരണം അംഗസംഖ്യ കാണുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചിലപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് ആണോ കേട്ടതെന്നും അറിയില്ല, അധികം മുഴുവൻ കേട്ടോന്നും അറിയില്ല. കാരണം പലരുടെയും കമൻസ് കാണുമ്പോൾ അവരൊന്നും കേട്ടതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അവരുടെ ചോദ്യത്തിൻ്റെ മറുപടി അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവരത് അത്ര ഗൗരവമായി എടുക്കാത്തതാണോ, മനസ്സിലാകാത്തതാണോ, അത് ഒന്നും കേൾക്കാതെ തന്നെ ഇരിക്കട്ടെ ഒരു കമൻ്റ് എന്നുള്ള നിലയിൽ അടിച്ചിട്ട് പോയതാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അന്ന് പറഞ്ഞതിൻ്റെ മിച്ചമായ കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അതായത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നുള്ള കാര്യം ഗദ്ഗതകണ്ഠനായി വളരെ വേദനയോടെ നമ്മൾ ആ കാര്യം പറയായിരുന്നു. നടക്കാത്ത കാര്യങ്ങളാണല്ലോ അതൊക്കെ, അത്ര എളുപ്പമല്ലാത്തൊരു കാര്യമാണ്. അതേസമയം ഇങ്ങനെ ചൊല്ലിപ്പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല, അതിന് ചിലവില്ലാത്ത യാഗമാണത്. സ്വർഗസ്വനായ പിതാവേ എന്നിങ്ങനെ വെള്ളം പോലെ പറഞ്ഞു പോവാം. അതേസമയം അവിടെ നിൽക്കരുത്, നിന്നാൽ അപകടമാണ്. നിന്നിട്ട് അതിലേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അത് തിരിച്ച് ചോദിക്കുക എന്ന് വിചാരിച്ചോ, നിങ്ങൾ പെന്തിക്കോസുകാർ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് മരുന്നിന് എവിടെയെങ്കിലും ഒരുത്തനെ കിട്ടും. നമുക്കിതിനകത്ത് മരുന്നിന് എവിടെയെങ്കിലും ഒരുവനെങ്കിലും കിട്ടും, ഈ കടക്കാരോടൊക്കെ ക്ഷമിക്കുന്ന മനുഷ്യരെ. അതേസമയം മറു സൈഡിൽ അങ്ങനത്തെ പ്രാക്ടീസുകളില്ല. കാരണം നടത്തിപ്പുകാർ ആ ഒരു രീതിയിലല്ല നടക്കുന്നതും മാതൃക കാണിക്കുന്നതും. അതുകൊണ്ട് അവിടെ സാധ്യതകൾ തുച്ഛമെന്ന് തന്നെ നമുക്ക് പറയാം. സാധ്യത ഇല്ലെന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു ചിന്ത. പിന്നെ ഇതിങ്ങനെ ചൊല്ലിപ്പോകുന്നു എന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്ത ലൈനാണ്. അതായത് പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണം. അതായത് ഈ സാത്താൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം എന്നുള്ള നിലയിലാണ് ആ ലൈൻ പോയി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെയും വിശദീകരണം നമ്മൾ തന്നു, അത്യാവശ്യം വിശദീകരണം കൊടുത്തു. പക്ഷെ അധികം പേരത് കേട്ടിട്ടില്ല. 1000 1000 ചില്ലുവാനും ആളുകളോ മറ്റോ ആണത് കേട്ടിട്ടുള്ളൂ. ആദ്യത്തേത് അതിന് മുകളിലാണ്, 10,000 അടുത്ത ആളുകൾ ആദ്യത്തേത് കേട്ടു. എന്നാൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആളുകൾക്ക് മനസ്സിലായി, ഇയാൾ നന്നാക്കാനുള്ള പ്ലാനല്ല, സ്വർഗസ്വനായ പിതാവേ ചൊല്ലാനും പ്ലാനില്ല, നമ്മൾ ഇനിയിപ്പോൾ ഇത് കേട്ടിട്ടും കാര്യമില്ല, ഇങ്ങനെ എന്തെങ്കിലും പറയട്ടെ എന്നുള്ള ഒരു സങ്കടത്തിലും ഈ പിള്ളേർ കൂട്ടുകെട്ടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മളോടുള്ള കൂട്ടുകെട്ടി പോയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ അധികം പേരും പിന്നെ വന്നിട്ടില്ല കേൾക്കാനായിട്ട്. ഓക്കെ, അപ്പം അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങളും ആഴങ്ങളും അതിൻ്റെ മഹത്വമൊക്കെ നമ്മൾ പറഞ്ഞു കേൾപ്പിച്ചു. എന്നാൽ പലർക്കും മനസ്സിലാകുന്നില്ലെന്നുള്ളതാണ് സത്യം. ആ സമൂഹങ്ങളിൽപ്പെട്ടവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല.
അതുമല്ലാതെ ഈ കഴിഞ്ഞ ദിവസത്തെ മെസ്സേജിനകത്തും അതിന് മുൻപിലത്തതിലും ഒക്കെയുള്ള കമൻസ് ധാരാളം ഇന്നും കമൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചിലർ കമൻസൊക്കെ എഴുതുന്നത് വലിയ എസ്സേ എഴുതുന്ന പോലെയാണ്, നമ്മളെ അങ്ങ് പഠിപ്പിച്ച് കളയുമെന്നുള്ള രീതിയിലാണ് ബൃഹത്തായ കമൻസൊക്കെയാണ് വരുന്നത്. ഭയങ്കരമായി ഇതുവരെ കേൾക്കാത്ത ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കമൻസിലൂടെ ചിലർ പറയുന്നത്. അതായത് ഏറ്റവും പുതുതായിട്ട് വന്ന ഒരു ദീർഘമായ കമൻസ്, ഒരു 4-5 കമൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ. അത് വിഖ്യാതമായ കമൻസാണ്. അദ്ദേഹം പറയുന്നത് ദേഹിയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലെന്നാണ്. നമുക്ക് ദേഹിയെക്കുറിച്ചൊന്നും അറിയില്ലെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ പുതുതായിട്ട് ഒരു അവതാരം കൂടെ വന്നിട്ടുണ്ട്. എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിൽ പെടാത്ത ദേഹിയുടെ ആൾക്കാരും കൂടെ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ദേഹിയുടെ ആൾക്കാർ. അപ്പോൾ നമ്മളാകെ ആത്മാവെന്ന് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ, ദേഹി എന്നൊന്നും കേട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു നല്ല ലെസൺ തന്നു എന്ന് പറയാം. അപ്പോൾ അത് ആ ലെസണൊന്നും അത്ര നല്ലതല്ലാത്തതുകൊണ്ട്, അവിടെ അത്ര സ്പേസ് ഇല്ലാത്തതുകൊണ്ടും ലെസൺ നമ്മളങ്ങ് തൽക്കാലം മാറ്റിവെച്ചു. അതേസമയം വേറെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങളുണ്ട്, അതൊക്കെ അവിടെ കിടപ്പുണ്ട്. അതൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇത് വലിയ ആധികാരികമായ ഒരു അറിയിപ്പ് പോലെയും പഠനം പോലെയൊക്കെ വന്നപ്പോൾ അത് നമുക്ക് അത്ര അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം നിങ്ങൾ അത്ര വലിയ പണ്ഡിതരാണെങ്കിൽ ദേഹിയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രസംഗങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യൂ, എന്നിട്ട് ആളുകൾക്ക് അത് അയച്ചു കൊടുക്കുകയോ ആളുകളെ പഠിപ്പിക്കുകയോ ചെയ്യൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു ചോദ്യത്തിന് മറുപടി എവിടെ പറഞ്ഞത് ദേഹിയെക്കുറിച്ചുള്ളൊരു സമ്പൂർണമായ ഒരു പഠനമല്ല. അതായത് ബോഡി, സോൾ, സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന വിഷയത്തിൽ അങ്ങനത്തെ ഒരു ടീച്ചിങ്ങിലല്ല നമ്മൾ പോയിരിക്കുന്നത്. നമ്മോട് ചോദിച്ച ചോദ്യം ഇതാണ്, സ്വർഗസ്വനായ പിതാവേ എന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ചൊല്ലുന്നില്ലാത്തത്? അപ്പോൾ അതിന് റീസൺ ഉണ്ടെങ്കിൽ പറയാനാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ റീസൺ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയത്തിൽ ഊന്നിയാണ് നമ്മൾ നിൽക്കുന്നത്. ആ വിഷയത്തിൽ ഊന്നി അതിന് വെളിയിലേക്ക് പോകാനായിട്ട് അവിടെ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ദേഹിക്കാരോട് നമ്മൾ തൽക്കാലം മറുപടി ഒന്നും പറയാത്തതും അവരെ ഒരു സൈഡിലാക്കിയതും. അത്ര തന്നെ. അപ്പം നമുക്കറിയാം ആത്മാവിൻ്റെ വീണ്ടെടുപ്പേ കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ ദേഹത്തിൻ്റെയും ദേഹിയുടെയും അഥവാ ബോഡിയും സോളിൻ്റെയും വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെടാനുണ്ട്. കാഹളം ധനിക്കുമ്പോഴാണ് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് പൂർത്തിയാകുന്നതെന്നും ഇപ്പോൾ ദേഹിയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. അങ്ങനത്തെ മെസ്സേജൊക്കെ ഞങ്ങളുടെ സൈറ്റിൽ കിടപ്പുണ്ട്. നിങ്ങൾ ഓടിക്കതച്ച് വന്നിട്ട് സ്വർഗസ്വനായ പിതാവേ എന്നുള്ളതിൻ്റെ അവിടെ മാത്രം കണ്ടിട്ട് അങ്ങനെ കമൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വിഷയങ്ങളൊക്കെ സവിസ്തരം ഞങ്ങൾ പറയുന്ന ആളുകളാണ്. ഇന്നലെയും കൂടെ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിനകത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സമഗ്രമായി പറഞ്ഞിട്ടുണ്ട്. സമഗ്രമായി പറഞ്ഞു പോകാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഈ ദേഹിക്ക് മാത്രമല്ല ദേഹത്തിനും പ്രാധാന്യമുണ്ട്. ഈ പറഞ്ഞ 3 കൂട്ടം കാര്യത്തിനും പ്രാധാന്യമുണ്ട്. അത് 3 കൂടെ കൂടുമ്പോഴല്ലേ മനുഷ്യനാകുന്നത്. അപ്പോൾ അതിനെല്ലാം പ്രാധാന്യമുണ്ട്. അതിൻ്റെ അർഹിക്കുന്ന ഗൗരവം ഞങ്ങൾ കൊടുക്കുന്നവരാണ്. തികഞ്ഞ ഗൗരവം കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത്. അതായത് സന്ദർഭത്തിനനുസരിച്ചല്ലേ സംസാരിക്കുന്നത്. കല്യാണ വീട്ടിൽ മരണപ്പാട്ടല്ലല്ലോ പാടുന്നത്. അപ്പോൾ അതാതിൻ്റെ സന്ദർഭത്തിൽ കാര്യങ്ങൾ പറയും, അത്രമാത്രം. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. പിന്നീട് ചിലരൊക്കെ ഈ കമൻസിൽ പറയാനായിട്ട് പരിശ്രമിക്കുന്നൊരു കാര്യം, ഞാൻ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചൊരു വാക്യമുണ്ട്. 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ എന്നുള്ളൊരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും, വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതൊരു ഗൗരവമായ വിഷയമാണ്. വിളിയും തെരഞ്ഞെടുപ്പും അതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ മെസ്സേജുകളിൽ പറഞ്ഞിട്ടുണ്ട്. വിളിയും തെരഞ്ഞെടുപ്പും എന്നുള്ളതിന് മലയാളം ബൈബിൾ എല്ലായിടത്തും വിളിയും തെരഞ്ഞെടുപ്പെന്നാണ്, ഇംഗ്ലീഷിലും അതുപോലെ തന്നെ കോളിംഗ് ഇലക്ഷൻ എന്നുള്ള കാര്യം കാണുന്നത്. എന്നാൽ ഗ്രീക്കിലേക്ക് വരുമ്പോൾ ഇതിനെല്ലാം വ്യത്യസ്തമായ പദങ്ങൾ ഉപയോഗിക്കും. അതിൻ്റെ സന്ദർഭം എന്താണ് ഉദ്ദേശിക്കുന്നത്, ദൈവരാജ്യ സംബന്ധിയായി ആ കാര്യങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാണ് 10-ാം വാക്യം തുടങ്ങുന്നത്. അതുകൊണ്ടെന്ന് പറയുമ്പോൾ അതിന് മുകളിലുള്ള കാര്യങ്ങൾ 1 മുതൽ താഴെ വരെയുള്ള 9 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളുണ്ട്. ഗൗരവമായ കാര്യങ്ങളാണ്. അപ്പോൾ ആ ഗൗരവമായ കാര്യങ്ങളിൽ അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തൻ്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മെ വിളിച്ചു എന്നാണ് വായിക്കുന്നത്. മഹത്വത്താലും വീര്യത്താലും ഇവിടെ കാണുന്നു. എന്നാൽ ശരിയായി വായിക്കുമ്പോൾ തൻ്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മെ വിളിച്ചിരിക്കുന്നു എന്നാണ്. അപ്പം നാം വിളിക്കപ്പെട്ടവരാണ്. വിളിക്കപ്പെട്ട നമ്മെക്കുറിച്ച് 1 പത്രോസ് 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നമ്മൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അന്ത്യകാലത്ത് വെളിപ്പെട്ട രക്ഷയിലേക്ക് വിളിക്കപ്പെട്ട നമ്മളെ ദൈവശക്തിയിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവിടെയും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നിട്ട് ഈ 2-ാം അധ്യായത്തിൽ
ഈ രണ്ടാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിലെ കാര്യം പറയുന്നത്. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വാഗ്ദത്തങ്ങളെ കുറിച്ച് പറയുന്നു. അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നമ്മുടെ മേലുണ്ട്. വന്നിരിക്കുന്ന ദൈവരാജ്യത്തിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ സൂചിപ്പിച്ച് താഴേക്ക് വന്നിട്ട് ദിവ്യ സ്വഭാവത്തിന് പാർട്ടേക്കേഴ്സ് ആകാൻ വിളിക്കപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് താഴേക്ക് വന്നിട്ട് ചില കാര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് പറയുകയാണ്. ചില കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ ആ കാര്യങ്ങൾ 1 by 1 ആയിട്ട് എഴുതിയിരിക്കുകയാണ്. ഞാനെല്ലാം വായിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം വർദ്ധിപ്പിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ, എന്നിട്ട് അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ, കണ്ടോ, മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നു എങ്കിൽ, വിശുദ്ധന്മാരോടാണ് പറയുന്നത്, പബ്ലിക്കിനോടല്ല പറയുന്നത്, ദൈവസഭയോടാണ് പറയുന്നത്. ഇവ വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലരുമായിരിക്കില്ല. ദൈവരാജ്യത്തിലേക്ക് വന്ന പലരും ഉത്സാഹമില്ലാത്തവരുണ്ട്, ഫലരഹിതമായി ജീവിക്കുന്ന ആളുകളുണ്ട്. ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്, ബലഹീന വിശ്വാസികളുണ്ട് ഇതിനകത്ത്. അങ്ങനെ പല തരക്കാർ ഇതിനകത്തുണ്ട്, പലതരക്കാരുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് 9-ാം വാക്യത്തിൽ പറയുന്നത്, അവയില്ലാത്തവനോ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാത്തവനോ കുരുടനത്രേ. അവൻ കുരുടനത്രേ, കണ്ണ് കാണാൻ മേലാന്ന്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ? അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അത് ഈ കാര്യത്തിലൊന്നും, മുകളിൽ പറഞ്ഞ കാര്യത്തിലൊന്നും ഒരു ജാഗ്രതയില്ലാത്ത ഒരുവനെക്കുറിച്ച് പറയുകയാണ്, അവൻ കുരുടനാണ്, അവൻ്റെ കണ്ണ് തുറന്നിട്ടില്ലെന്ന് തന്നെയാണ് പറയുന്നത്. കണ്ണ് തുറന്നവനെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും, കാര്യങ്ങൾ നല്ലവണ്ണം അവൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവിൻ. സഹോദരന്മാരെ എന്നല്ല, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവിൻ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇങ്ങനെ ചെയ്താൽ, അപ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത് വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളണമെന്ന്. മറ്റൊരു കാര്യം സുവിശേഷത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടുകൂടെ കിട്ടുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മളോടുള്ള ആഹ്വാനം എന്താണ്? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അവിടെ പറയുന്നത് അങ്ങനെയാണ്. ഇവിടെ പറഞ്ഞു വരുമ്പോൾ എന്താ പറയുന്നത്? നാം വന്നിരിക്കുന്ന ദൈവരാജ്യത്തിൽ നമ്മുടെ വിളിയെ തിരിച്ചറിയണം, തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം. നമ്മുടെ വിളിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചുരുക്കം. അതിൻ്റെ വിശദീകരണമൊക്കെ നമ്മൾ മുന്നമേ പറഞ്ഞു പോയിട്ടുള്ളതാണ്. മുൻ എപ്പിസോഡുകളിൽ അവ കാര്യങ്ങളൊക്കെയുണ്ട്. അത്യാവശ്യമുള്ളവർക്ക് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളെ കേൾക്കാം. അപ്പോൾ ഈ 11-ാം വാക്യം വെച്ചുകൊണ്ടാണ് കമൻസിൽ ചിലരെല്ലാം പറയുന്നത്. ഇവിടെ പത്രോസ് പോലും പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും എന്നൊരു ഫ്യൂച്ചർ ടെൻസിലാണ് പറയുന്നത്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. തമ്പുരാനെ, നമ്മളാരും ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിട്ടില്ല, പത്രോസും പ്രവേശിച്ചിട്ടില്ല, ആരും പ്രവേശിച്ചിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കും. അതുവരെ നമ്മളിപ്പോൾ ഒരു രാജ്യത്തിലും ഇല്ലാത്ത നോമാൻസ് ലാൻഡിൽ അകപ്പെട്ടു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതൊക്കെ ദീർഘമായ വാക്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ ധരിക്കുന്ന പോലെ ഈ ഒരു ചാൻ വാക്യം കൊണ്ട് ഒരു ചാൻ കമൻറ്റ് കൊണ്ട് നിർത്തുകയല്ല, നെടുനീളം കമൻറ്റുകളാണ്. വാക്യങ്ങൾ ധാരാളം പ്രയോഗിച്ചിട്ടുണ്ട്. പൗലോസ് പോലും പറയുന്നത് എന്താ? പിടിക്കാമോ എന്ന് വെച്ച് പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് മുൻപിലുള്ളതിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്കായി ഓടുന്നു എന്ന് പറഞ്ഞാൽ ലാക്കിലേക്ക് പോകുന്നേ ഉള്ളൂ, പിടിച്ചിട്ടില്ല ഇതുവരെ. ആ കാരണത്താൽ നിങ്ങൾ എന്തുറപ്പിലാണ് സ്വർഗസ്നായ പിതാവെ ചൊല്ലില്ല എന്ന് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. സ്വർഗസ്നായ പിതാവേ എന്ന കാര്യത്തിൽ നിന്റെ രാജ്യം വരണമേ എന്നുള്ള കാര്യത്തിനാണല്ലോ നമ്മൾ ഊന്നൽ കൊടുത്തത്. രാജ്യം ഓൾറെഡി വന്നു, നമ്മൾ രാജ്യത്തിലായി. ആ കാരണത്താൽ ഇനി അത് എങ്ങനെ പറയും എന്നൊക്കെ ഞാൻ വിശദീകരിച്ചു. അപ്പോൾ ഞാനൊരു ഉദാഹരണവും പറഞ്ഞു. ന്യൂസിലാൻഡിലിരിക്കുന്ന നമ്മുടെ ഷിജു പാസ്റ്റർ അവിടെ ഇരുന്നുകൊണ്ട് എന്നെ ന്യൂസിലാൻഡിലാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പുള്ളീനെ ആളുകൾ അവിടെയുള്ള ഒരു സ്ഥലമുണ്ട്, തിരുവനന്തപുരത്തിനടുത്തുള്ളൊരു സ്ഥലമാണ്, ആ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഭയങ്കരമായി വേദനിച്ചു പലർക്കും. അങ്ങനെയൊക്കെ പറയാമോ? എൻ്റെ ആ സെൻറ്റൻസുകളൊക്കെ ഹൃദയം തകർന്നു പോയ നമ്മുടെ എപ്പിസ്കോപ്പൽ സഭയിലെ കുഞ്ഞാടുകൾ അവർ പറയുന്നത് കടുത്ത വാക്കുകളായിപ്പോയി. അതൊക്കെ
ആ സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ സ്ഥലത്തിൻ്റെ പേരൊക്കെ പറഞ്ഞത് അതൊട്ടും ശരിയായില്ലെന്നുള്ള പറയുന്നത്. അതായത് ന്യൂസിലാൻഡിൽ ഇരിക്കുന്നവൻ ന്യൂസിലാൻഡിൽ എന്നെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ അങ്ങനെ എന്തോ കുഴപ്പമുണ്ട്, അവനെ അവിടെ ആക്കണമെന്ന് പറഞ്ഞതാണ് കുഴപ്പമെന്നാണ് പറയുന്നത്. വല്ല മനസ്സിലായോ? ന്യൂസിലാൻഡിൽ ഇരിക്കുന്ന പുള്ളിക്കാരൻ പറയാണ് ന്യൂസിലാൻഡിലാക്കണമെന്ന്. അത് എന്താ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് നമ്മൾ ചോദിച്ചാൽ അങ്ങനെ ചോദിക്കരുത്, ഹൃദയം വേദനിക്കുമെന്നാണ് പറയുന്നത്. അതായത് മുന്നമേ ഊന്നി പറഞ്ഞ കാര്യം ഇതാണ്, പത്രോസിൻ്റെ ലേഖനത്തിലെ വാക്യമാണ്, നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുമെന്ന്. ഇവിടെ എല്ലാം എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, മുറിവൈദ്യന് അപകടം ചെയ്യും. അരയും മുറിയും കേട്ടിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് ദീർഘമായ കമൻ്റൊക്കെ എഴുതാൻ നിൽക്കാതെ കാര്യങ്ങളെ പഠിക്കുക, മനസ്സിലാക്കുക. ഇത് നാളുകൾ കൊണ്ട് നമ്മൾ പഠിച്ചതും ഗ്രഹിച്ചതുമായൊരു കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരു ഇളക്കത്തിൻ്റെ പുറത്ത് വന്ന് സംസാരിക്കുന്നതല്ല. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ വരുന്നത് ദൈവരാജ്യത്തിലാണ്. അതാദ്യം ബ്രോ മനസ്സിലാക്കുക. കമൻ്റ് എഴുതിയ ബ്രോ എന്ത് ചെയ്യുക, അതൊക്കെ മനസ്സിലാക്കുക. ഇപ്പോൾ പത്രോസിൻ്റെ ലേഖനം തുടങ്ങുന്നത് തന്നെ ആസിയയിലും പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികൾക്കുള്ള ലേഖനമാണ്. അതായത് വിളിക്കപ്പെട്ട, ദൈവരാജ്യത്തിൽ എത്തപ്പെട്ട, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ട, ആത്മാവിൻ്റെ വിശുദ്ധീകരണം, അതായത് സാങ്ക്ടിഫിക്കേഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരോട് സംസാരിക്കുന്ന ലേഖനമാണ് ഒന്നാമത്തെയും രണ്ടാമത്തെ ലേഖനം. ഒന്നാമത്തെ ലേഖനത്തിൽ പൊതുവായ പല കാര്യങ്ങളുമാണ് പറയുന്നതെങ്കിൽ രണ്ടാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒത്തിരി മുന്നറിയിപ്പുകളുണ്ട്. കള്ളപ്രവാചകന്മാരെക്കുറിച്ചും മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ രണ്ടാമത്തെ ലേഖനത്തിലുണ്ട്. രണ്ടാമത്തെ ലേഖനത്തിൽ അവിടെയാണ് നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം എന്നുള്ള കാര്യം പറയുന്നത്. ഇതിനൊക്കെ വേദപുസ്തകത്തിൽ അനവധിയായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, നല്ല രീതിയിൽ പഠിക്കുക, പഠിച്ചിട്ട് പറയുക. അതായത് എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ പൗലോസ് എഫേസ്യരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന്. ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന്. അപ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ വരും, ഈ ലേഖനം ആർക്കെഴുതിയതാ? ഈ ലേഖനം ആർക്കെഴുതിയതാ? ഇത് എഫേസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. എഫേസ്യ സഭ സ്ഥാപിച്ചതാരാ? അത് പൗലോസ. തൻ്റെ 3-ാം മിഷൻ യാത്രയിലാണ് ആസിയയിൽ കടന്നു വന്ന് സുവിശേഷം അറിയിച്ചതും അങ്ങനെ അതിലേക്ക് ചുറ്റി സഞ്ചരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒടുക്കം തുറന്നോസിൻ്റെ പാഠശാലയിൽ കടന്നു വന്ന്, അതായത് ആ ഓഡിറ്റോറിയം റെൻറ്റിനെടുത്ത് അവിടെ ഏതാണ്ട് 3 വർഷക്കാലം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. അങ്ങനെ സുവിശേഷം അവിടെ ഘോഷിച്ചു. ആസിയയിലുള്ള ധാരാളം പേരത് കേൾക്കാനിടയായി. അങ്ങനെയാണ് ആസിയയിലെ പല സഭകളും സ്ഥാപിതമായത്. വിശേഷാൽ എഫേസ്യ സഭ അവിടെ സ്ഥാപിതമാകുന്നു. അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന നിലയിൽ പൗലോസ് തന്നെയാണ് നിൽക്കുന്നത്. അതാണല്ലോ ചരിത്രം. പിന്നത്തേതിലാണ് പൗലോസ് റോമിലെ കാരാഗ്രഹത്തിലകപ്പെടുന്നത്. ഈ സഭയൊക്കെ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ചില വർഷങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ പിന്നത്തേതിൽ പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ അകപ്പെടുന്നു. ഏകദേശം AD 60 മുതൽ 62 വരെയുള്ള ഒരു നീണ്ട കാലയളവിൽ താൻ റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതുന്നത്. അതിൽ വിശേഷപ്പെട്ട ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. നോക്കണം, ചില വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ സഭയാണ് എഫെസോസിലുള്ള സഭ. അർത്തമീസിൻ്റെ കൊത്തളങ്ങളെ തകർത്തുകൊണ്ട് അവിടെ തേജസ്സുള്ള സുവിശേഷം ഘോഷിച്ചുകൊണ്ട് അനേകരെ ദൈവരാജ്യത്തിലേക്ക് കൈപിടിച്ചു നടത്തി. പത്രോസ് തൻ്റെ 1-ാമത്തെ പ്രസംഗത്തിൽ ഏകദേശം 3000-ഓളം ആളുകളെ കൈപിടിച്ച് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് നമ്മൾ ഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഫെസോസിൽ കടന്നു എന്ന് പൗലോസും സുവിശേഷം അറിയിച്ച് അനേകരെ ദൈവരാജ്യത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നു. അനേകരെ അങ്ങനെ കൊണ്ടുവന്നു. 2-ാം മിഷൻ യാത്രയിൽ കൊരിന്തിൽ വന്ന് കൊരിന്തിരോട് സുവിശേഷം അറിയിച്ചു. കൊരിന്തിലൊരു സഭ സ്ഥാപിതമായി. ചില നാളുകൾക്ക് ശേഷം കൊരിന്തിർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയാണ്, ഞാനല്ലോ നിങ്ങളുടെ ദിക്കിലൊക്കെ കടന്നു വന്ന് സുവിശേഷം അറിയിച്ച് ആ സുവിശേഷത്താൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത്. ദൈവരാജ്യത്തിൽ ഞാനല്ലോ നിങ്ങളെ ജനിപ്പിച്ചത്. നിങ്ങൾക്ക് ഒത്തിരി ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ലല്ലോ. ഞാനല്ലോ നിങ്ങളെ ജനിപ്പിച്ചത്, ഞാനല്ലോ നിങ്ങളുടെ പിതാവ് എന്ന് പറയുന്നു. അപ്പോൾ ജനിപ്പിച്ചു എന്ന് പൗലോസ് അടിവരയിട്ട് പറയുകയാണ്. ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ ജനിപ്പിച്ചു? നടുറോട്ടി ജനിപ്പിച്ചിട്ടിട്ട് പോയി എന്നാണോ അർത്ഥം? അതിൻ്റെ ആത്മീയ അർത്ഥം എന്താ? പൗലോസ് അവരെ ദൈവ കുടുംബത്തിൽ ജനിപ്പിച്ചു. പൗലോസ് അവരെ ദൈവരാജ്യത്തിൽ കൊണ്ടുവന്നു. അങ്ങനെയല്ലേ പഠിപ്പിക്കേണ്ടത്? പൗലോസ് അവരെ ദൈവസഭയുടെ പണിയുടെ ഭാഗമാകുവാൻ മുൻപോട്ട് നയിച്ചു. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തെന്നാണ്. എന്ന് വെച്ചാൽ
എന്ന് വെച്ചാൽ സഭയുടെ പണിയുടെ ഭാഗമായിട്ട് അവരെ കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആ കാര്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ എഫേസ്യ സഭയോടുള്ള ബന്ധത്തിൽ പൗലോസ് സുവിശേഷം അറിയിച്ച് അവരുടെ കണ്ണുകളെ തുറന്നു. കണ്ണുകളെ തുറക്കപ്പെട്ടവരാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അങ്ങനെയാണല്ലോ, നാളുകൾക്ക് മുമ്പ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ലേഖനം എഴുതുമ്പോൾ പറയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, നിങ്ങളുടെ അകക്കണ്ണ് ഇനിയും തുറക്കണമെന്ന്. ഓൾറെഡി തുറന്ന മനുഷ്യരാണ്, അവർ വിളിക്കപ്പെട്ടവരാണ്, ദൈവരാജ്യത്തിൽ എത്തിയവരാണ്. അവരോട് പറയുകയാണ് ഇനിയും കണ്ണ് തുറക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ കണ്ണ് തുറന്നിട്ടില്ലെന്നാണോ? അപ്പോൾ അതിന് അർത്ഥമുണ്ട്, അതിന് ആഴങ്ങളുണ്ട്, ഗൗരവമുണ്ട്. അത് കമൻ്റ് എഴുതിയ ബ്രോ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണ് മറുപടി തരാനുള്ളത്. നല്ല രീതിയിൽ അന്വേഷിക്കുക, അതിനെല്ലാം ഉത്തരങ്ങളുണ്ട്, ആഴത്തിലുള്ള ഉത്തരങ്ങളുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിലെ 1-ാം മിഷൻ യാത്ര പൂർത്തീകരിച്ച് പൗലോസ് മടങ്ങാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അവിടെയുള്ള ദർബയിലും പെർഗയിലും ഒക്കെയുള്ള വിശുദ്ധന്മാരോട് പറയുന്നൊരു കാര്യമാണ്, നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുള്ളൊരു കാര്യം. നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. അപ്പോൾ അവിടെ വലിയ ക്വസ്റ്റ്യൻ വരും, ദൈവരാജ്യ പ്രവേശനത്തിന് ഒരുവൻ കഷ്ടം അനുഭവിക്കണോ? കഷ്ടം അനുഭവിച്ചാലാണോ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നത്? ഒരുവൻ്റെ രക്ഷ സാധിക്കുന്നത് കഷ്ടം അനുഭവിച്ചാലാണോ എന്നൊക്കെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ എങ്ങനെ മറുപടി പറയും സഹോദരങ്ങളെ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന്. ഓക്കെ, അത് ജനറലായിട്ട് പറഞ്ഞതാണ്. എന്നാൽ ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിൽ പൗലോസ് പറയുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് വന്നവരോടാണ് പറയുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു പോകുന്നവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തിയെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം വീണ്ടും ജനിച്ച ദൈവരാജ്യത്തിലേക്ക് വന്നവരോടാണ് പറയുന്നത്, നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. അത് അപ്പോസ്തലപ്രവൃത്തി 14-ന്റെ 21-22 വാക്യങ്ങളിലാണ് ഉള്ളത്. റൈറ്റ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ? ദൈവരാജ്യ പ്രവേശനത്തിന് പ്രവൃത്തിയും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളും ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരില്ലേ? ഒരുവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവൻ കഷ്ട സഹിക്കണമെന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ മതങ്ങളും പറയുന്നത്. മതങ്ങൾ എന്നാ പറയുന്നത്? നേരം കുഞ്ഞാം വെളുപ്പിന് കുളിച്ച് ഈറനെടുത്ത് കയറി വരണം, ആണുങ്ങളും ചട്ടൊന്നും ഇട്ടുകൊണ്ട് വരരുത്. ചട്ടിട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി കണ്ടീഷൻസ് അവിടെ ഇരിക്കുന്നത്. പല പല കാര്യങ്ങളുണ്ട്, ഇന്നിന്ന കാര്യങ്ങൾക്ക് ഇന്നിന്ന കാര്യങ്ങൾ. പുഷ്പാഞ്ജലിയുണ്ട്, ബാഷ്പാഞ്ജലിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റ് പല കാര്യങ്ങളുമുണ്ട്. വേറെ ചില കൂട്ടർക്കാണെങ്കിൽ ദാനം ആപത്തുകളെയൊക്കെ തടയും, അങ്ങനെ വേറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളാണ് ഉള്ളത്. ഇവിടെ രക്ഷയോടുള്ള ബന്ധത്തിൽ, ദൈവരാജ്യ പ്രവേശനത്തോടുള്ള ബന്ധത്തിൽ വളരെ സുതാര്യമാണ് കാര്യങ്ങളൊക്കെ. രക്ഷ സൗജന്യമാണ്. ദൈവരാജ്യ പ്രവേശനം എന്ന് പറയുന്നത് വീണ്ടും ജനനത്തിലൂടെയാണ് സാധിക്കുന്നത്. അത് ഒരുവൻ സുവിശേഷം കൈക്കൊള്ളുമ്പോൾ വീണ്ടും ജനനാനുഭവം ഉണ്ടാകുകയാണ്. സുവിശേഷം കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ സുവിശേഷം എന്ന കലപ്പ കൊണ്ട് ശുശ്രൂഷകന്മാർ തലങ്ങും വിലങ്ങും ഉഴുതുമറിക്കും. അങ്ങനെ ഉഴുതുമറിച്ച് ഒരുക്കപ്പെട്ട നിലത്തിലേക്ക് പരിശുദ്ധ റൂഹ വചനമാകുന്ന വിത്തുമായി വരും. വീണ്ടും ജനനം നടക്കുകയാണ്. വെള്ളം തളിച്ചാലൊന്നും ഒരു കാര്യവും നടക്കില്ല. പിന്നെ ചൂടൊക്കെ ഉള്ള സമയമാണെന്ന് തണുക്കാമെന്ന് മാത്രമേ ഉള്ളൂ വെള്ളം തളിച്ചാൽ. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അകത്ത് ഒന്നും നടക്കുന്നില്ല. അകത്ത് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. റൈറ്റ്. അപ്പോൾ ഇവിടെ ഈ 14-ാം അധ്യായത്തിൽ പറയുന്നത് നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് ദൈവരാജ്യത്തിൽ കടന്നവരോടാണ് പറയുന്നത്. ദൈവരാജ്യത്തിൽ കടന്നവരോടാണ് പറയുന്നത് നാം അനേക ഘട്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന്. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് സഹോദരങ്ങളെ, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇസ്രായേൽ മിസ്രൈം അഥവാ ഈജിപ്ത് വിട്ടു. എങ്ങനെയാ? പെസഹായും ചോരത്തലയും ആചരിച്ച്. അങ്ങനെ വലിയ പരിക്കൊന്നുമില്ലാതെ ചെങ്കടലിൻ്റെ കര വരെ വന്നു. പിന്നെ ചെങ്കടലങ്ങ് കടക്കുകയാണ്. ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് എത്തുന്നു. മരുഭൂമി മുതൽ യോർദാൻ വരെയുള്ള ആ ഒരു കാലം അവരെ സംബന്ധിച്ച് പരിശോധനകളുടെയും പരീക്ഷകളുടെയും കാലങ്ങളായിരുന്നു. ബഹുഭൂരിപക്ഷം പേരും അതിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അവരുടെ ജീവിതത്തിൽ അവർ വാഗ്ദത്ത ദേശത്തേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ്. അവർ ഇറങ്ങി തിരിച്ചു. അവർ അതിലേക്കുള്ള പ്രയാണത്തിലാണ്. ആ പ്രയാണത്തിൽ അവർക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് സത്യം. എന്നാൽ ഒരു മൈനോറിറ്റി പിന്നത്തേതിൽ ലക്ഷ്യത്തിലെത്തിച്ചേർന്നു. അതുപോലെ നമ്മൾ ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചവൻ ആ ദൈവരാജ്യം പോസസ് ചെയ്യണം. അവനത് അവകാശമാക്കണം, തൻ്റേതാക്കി മാറ്റണം. അല്ലെങ്കിൽ അതിലെ മഹിമകളും അധികാരങ്ങളും ഒക്കെ അനുഭവിക്കുവാൻ പാകത്തിന് പ്രാപ്തനാകണം. വേറൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്ന പോലെ സംഭവം ജനിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും ഇത് എന്നും ശിശുവായിരിക്കുന്നിടത്തോളം കാലം അവകാശിയാകുന്നത് എങ്ങനെയെന്നാണ് ഗലാത്യ ലേഖനത്തിൽ ചോദിക്കുന്നത്. ഈ ശിശു എങ്ങനെ അവകാശിയാകുമെന്ന്? അപ്പോൾ ശിശു എന്ത് ചെയ്യണം? വല്ലതൊക്കെ കഴിക്കണം. കഴിച്ച് പുഷ്ടിപ്പെട്ട് ആള്
പൗലോസ് പറയുന്ന പോലെ കാലം നോക്കിയാൽ നിങ്ങൾ ഞങ്ങളുടെ തോളൊപ്പം നിൽക്കേണ്ടവരാണ്, ഇഴഞ്ഞു നടക്കേണ്ടവരല്ലെന്ന്. കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകണ്ടേ. പൗലോസ് ഒരു ഉപദേഷ്ടാവാണ്. അതാ പറഞ്ഞത്, പൗലോസിൻ്റെ തോളൊപ്പം നിൽക്കണമെന്ന്. ഒരേ നിലയിൽ നിൽക്കണം, ആ നിലയിലേക്ക് വളർന്നു വരണം. വളർച്ചാഘട്ടങ്ങളുണ്ട് അവിടെ. അപ്പോൾ ഇതിനെല്ലാം വിവിധങ്ങളായ നിലയിൽ കാര്യങ്ങളെ പറയേണ്ടതും പഠിക്കേണ്ടതുകൊണ്ട് നാം വന്നിരിക്കുന്ന ദൈവരാജ്യത്തിൽ അടുത്തടുത്ത പടികളുണ്ടെന്നേ, അടുത്തടുത്ത സ്റ്റെപ്പുകളുണ്ട്. ജനറലായിട്ടല്ലേ പറയുന്നത് ദൈവരാജ്യ പ്രവേശനം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പഠനങ്ങളില്ലേ. അതുകൊണ്ടല്ലേ പറയുന്നത് സുവിശേഷത്തിൽ, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. നാം വന്നിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അവിടെ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുമായ കാര്യങ്ങളുണ്ട്, നാം അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി ഗ്രഹിച്ചുകൊണ്ട് സമർപ്പിത ജീവിതം നയിക്കുക. സമർപ്പിത ജീവിതം, ആ സമർപ്പിത ജീവിതത്തിൽ മാത്രമേ നമുക്ക് കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടൊന്നും അല്ല നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചത്. ആ കാരണത്താൽ തന്നെ ബാക്കി കൂടെ പറയാം. നമ്മുടെ ദേഹത്തിൻ്റെയും ദേഹിയുടെയും അഥവാ ബോഡി സോൾ, ഈ രണ്ട് കാര്യം, അതിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് നമ്മുടെ മിടുക്കുകൊണ്ടോ കഴിവുകൊണ്ടോ വിശുദ്ധി കൊണ്ടോ ഒന്നുമല്ല. അത് കൃപയാൽ സാധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് കർത്താവായ യേശുക്രിസ്തു മുന്നമേ പറഞ്ഞിട്ടുണ്ട് എബ്രായ ലേഖനത്തിൽ, അവൻ നമ്മെ പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തനത്രേ എന്ന്. പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തനത്രേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാരണത്താൽ നാം സമർപ്പിതരായിരിക്കണം. അതാണ് ഇവിടുത്തെ കാതലായ കാര്യം. സമർപ്പിതരാണെങ്കിൽ, ബലിപീഠത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നാം നമുക്കായി ജീവിക്കുന്നില്ല എങ്കിൽ നിശ്ചയമായും അതിൻ്റെ പരിസമാപ്തിയിലേക്ക് അവിടെ നിന്ന് എത്തിക്കും. ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്ന പോലെ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്നാണ് പറയുന്നത്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ആരംഭിച്ചത് ക്രിസ്തുവാണെങ്കിൽ അവൻ തന്നെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരും. അവൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം? ആ സമർപ്പണത്തിൽ നിൽക്കണം. എന്തു വന്നാലും ഇളകാതെ ആ സമർപ്പണത്തിൽ അങ്ങനെ തന്നെ നിന്നാൽ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി നാം പ്രാപിക്കും. നാം നിത്യരാജ്യത്തിലേക്ക് തന്നെയാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നാം വന്നിരിക്കുന്ന ദൈവരാജ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ രാജ്യമാണത്, വെളിച്ചത്തിൻ്റെ രാജ്യമാണത്, നിത്യരാജ്യം തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ആ ജീവൻ, അതിനെന്താണ് നമ്മൾ വിളിക്കുന്നത്? നിത്യജീവൻ എന്നല്ലേ വിളിക്കുന്നത്. അതേ ഒരു സെർട്ടൺ പീരീഡിലേക്കുള്ള ജീവനാണോ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം നമ്മൾ വിമാനമൊക്കെ മാറി കയറില്ലേ, ട്രാൻസിറ്റ്. ഇപ്പോൾ ദുബായിൽ ചെന്നിട്ട് മാറി ലണ്ടൻ ഹീത്രൂവിലേക്ക് പോകുന്നു, അടുത്ത ഫ്ലൈറ്റിന് പോകുന്നു എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഇത് മാറ്റി കൊടുക്കുന്നുണ്ടോ? കണക്ഷൻ മാറ്റി കൊടുക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മൾ ചിലപ്പോൾ ചെയ്യുമല്ലോ, ഈ ഫോണിൻ്റെ ഡേറ്റ സംവിധാനത്തിൽ നിന്ന് വൈഫൈയിലേക്കൊക്കെ നമ്മൾ ഇങ്ങനെ സ്വിച്ച് ഓവർ ചെയ്യും, അങ്ങനെ മാറിപ്പോവും. അതുപോലെയുള്ള പരിപാടിയാണോ ഇത്? ഇത് ഓൾറെഡി നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ജീവൻ നിത്യജീവനാണ്. നാം വന്നിരിക്കുന്ന രാജ്യം നിത്യരാജ്യമാണ്. ഇളകാത്ത രാജ്യത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എബ്രായ ലേഖനത്തിൽ പറയുന്ന ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കണമെന്നാണ് പറയുന്നത്. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട്. ആ ഇളകാത്ത രാജ്യത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞെന്നേ, യേശുക്രിസ്തു ഒരു രാജ്യത്തിൽ വന്നു. അത് ഇളകാത്ത രാജ്യമാണ്, അത് ആത്മീയ രാജ്യമാണ്, ഐഹികമല്ല. ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇളകുന്നതാണ്. പല രാജ്യങ്ങൾക്ക് ഭരണസ്ഥിരതയില്ലല്ലോ, അധികാരങ്ങൾ ഇളകുന്നു, മറിയുന്നു, മാറുന്നു, അതൊക്കെ നമുക്കറിയാം. എന്നാൽ ഈ വന്നിരിക്കുന്ന രാജ്യത്തിൻ്റെ അധികാരി സാക്ഷാൽ പുത്രൻ തമ്പുരാനാണ്. മാറ്റമൊന്നുമില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ വേറൊരാൾ വരും, അല്ലെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കും മീകായിൽ വരും, അങ്ങനെയൊന്നുമില്ല. ഈ രാജ്യത്തിൻ്റെ സർവാധികാരി നമ്മുടെ കർത്താവ് ഈശോ മിശിഹയാണ്. ആ രാജ്യത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ആ രാജ്യത്തിൽ നിന്ന് നമ്മളിനി പുറത്തേക്ക് പോകുന്നില്ലെന്നേ. നമ്മുടെ മുമ്പിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കോൺസിഗ്രേറ്റഡ് ലൈഫിലേക്ക് വരുന്ന അഹരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത് എന്താ? അങ്ങനെ വന്നിരിക്കുന്ന അവരോടുള്ള ബന്ധത്തിൽ അവർ 7 ദിവസം കൂടാരത്തിനകത്ത് പാർക്കണം. 7 ദിവസം, 7 days. 7 ദിവസം കഴിഞ്ഞാലാണ് അവർക്ക് പുറത്തു പോകാൻ കഴിയുള്ളൂ. ആ കൂടാരത്തിൻ്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് ദൈവരാജ്യത്തിൻ്റെ കോമ്പൗണ്ടാണെന്ന് പറഞ്ഞു. ദൈവരാജ്യത്തിൻ്റെ കോമ്പൗണ്ടാണ്. അതിലേക്ക് പ്രവേശിക്കപ്പെട്ട അവർ 7 ദിവസം ദൈവസന്നിധിയിൽ തന്നെ പാർക്കണം. നമ്മെ സംബന്ധിച്ച് ആ കാര്യം നമ്മുടെ മുഴുവായുസും, 7 എന്ന് പറയുമ്പോൾ പൂർണ്ണതയെ കാണിക്കുന്നു. നമ്മുടെ മുഴുവായുസും നാം ദൈവരാജ്യത്തിൽ തന്നെയാണ്. പുറത്തേക്ക് ഇനി പോകുന്നില്ല. ഇനി എന്തിനാ പുറത്തേക്ക് പോകുന്നത്? ഇനി പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. നാം ദൈവരാജ്യത്തിൽ തന്നെയാണ്. അതാണ് നമ്മോടുള്ള ബന്ധത്തിൽ വചനം നമുക്ക് തരുന്ന ബോധ്യങ്ങൾ. ഇവിടെ ഈ ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിലെ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, ഇനി അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. പിന്നെ സാധാരണ ആളുകൾ ചെയ്യുന്നൊരു കാര്യം നമ്മൾ പറയാറുണ്ട്. ദൈവരാജ്യ പ്രവേശനം ലഭിച്ചവർ
അതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ കയ്യും തലയും പുറത്തിടും. കാരണം ദൈവരാജ്യത്തിൻ്റെ കോമ്പൗണ്ടിന് വെളിയിൽ ലോകരാജ്യമാണല്ലോ. ഇവിടെ ആ നിൽപ്പെങ്കിലും കയ്യും തലയും പുറത്തിടുക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെതായ ചിന്തകൾ ചിന്തിക്കും, ലോകത്തിൻ്റെതായ പല കാര്യങ്ങളും പ്രവർത്തിക്കും, പല ഇടപാടുകളും കൈ പുറത്തേക്ക് ഇട്ടിരിക്കുകയാണല്ലോ. പല കാര്യങ്ങളും, അരുതാത്ത കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ, ചിന്താമണ്ഡലം തന്നെ തല പുറത്തേക്ക് പോയി. അപ്പോൾ ചിന്താമണ്ഡലം തന്നെ മാറിപ്പോവുകയല്ലേ, വേറെ പല കാര്യങ്ങളും തലയ്ക്കകത്തേക്ക് കയറുകയാണ്. അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അവസാനം ദുരന്തമായി തീരുമെന്ന് മാത്രമേ ഉള്ളൂ. കാലിവിടെയുണ്ട്, കയ്യും തലയും പുറത്താണ്. അതിനൊക്കെ പണ്ട് കാലത്തെ ബസ്സിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഡ്രൈവറുടെ പുറകിൽ. ഇപ്പം അതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കയ്യും തലയൊക്കെ ഉണ്ടാവും. കയ്യും തലയും പുറത്തിടരുന്ന് അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കയ്യും തലയും പുറത്തിടരുന്ന്. പുറത്തിട്ടാലും കുഴപ്പമില്ല, ചിലപ്പോൾ വേറെ വണ്ടിക്കാർ വന്ന് അത് കൊണ്ടുപോകും, പിന്നെ അത് പോയി മേടിക്കേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങൾ പണ്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ തലയെങ്ങനെ പുറത്തേക്ക് ഇടുന്നില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും എഴുതാത്തത്. അപ്പോൾ ഇവിടെ ആളുകൾ ദൈവരാജ്യത്തിൽ അങ്ങനെ കയ്യും തലയും പുറത്തൊക്കെ ഇട്ട് നിൽക്കും. പുറത്തൊക്കെ ഇട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടു കഴിഞ്ഞാൽ യോഗ്യനാന്ന് തോന്നും. ആളിവിടെ ഉറച്ചല്ലേ നിൽക്കുന്നത്, പാട്ടൊക്കെ പാടുന്നത് കേട്ട് കഴിഞ്ഞാൽ. പക്ഷെ കയ്യും തലയൊക്കെ ഇടയ്ക്ക് വെളിയിലാണ്. ആട്ടെ, പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താ? ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിട്ട് പുറത്തു പോകുന്ന കാര്യമില്ല. അതുകൊണ്ട് ആവക വിഷയങ്ങളിൽ സംശയം ഉന്നയിച്ചവർ, ചോദ്യം ചോദിച്ചവർക്കൊക്കെയുള്ള അത്യാവശ്യം മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞു പോയതെന്നാണ് എൻ്റെ ഒരു ചിന്ത. അത്യാവശ്യം കാര്യം പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, ആ സഹോദരങ്ങളുടെ ചോദ്യത്തിൻ്റെ മറുപടി എന്നോണം നമുക്ക് അത്രേ പറയാനുള്ളൂ തൽക്കാലം. നമ്മുടെ സമയം വിലപ്പെട്ടതായതുകൊണ്ട് അങ്ങനെ അധികം പറയാനായിട്ട് തുനിയുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ 2 കമൻസ് ആ മെസ്സേജിനകത്ത് രേഖപ്പെടുത്തിയിരുന്നു. 2 കമൻസ്. അതിൽ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ അവിടെ അതിനൊരു മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അങ്ങനെ മറുപടി കൊടുത്ത് അതൊരു സുഖകരമായ അന്തരീക്ഷമാകില്ലല്ലോ. അതുകൊണ്ട് ആ മറുപടി പിന്നത്തേതിൽ ഇങ്ങനെ കൊടുക്കാം എന്നുള്ള ധാരണയിൽ നമ്മൾ പെൻഡിങ് വെച്ചു. അവിടെ അച്ഛൻ എഴുതിയിരിക്കുന്ന 2 കമൻസിൽ ഒരു കമൻറ്റ്, ആ കമൻ്റ് ഒന്ന് വായിച്ചേ ബി. പുസ്തകത്തിലെ വചനങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു പെന്തക്കോസ്തുകാരനെ കാണിച്ചു തരാമോ പാസ്റ്ററെ? വെളിപ്പാട് പുസ്തകത്തിലെ ചില സംഭ്രമങ്ങൾ കാട്ടി മനുഷ്യനെ പേടിപ്പിക്കുന്ന ഒരു വേദ വിപരീതമല്ലേ ഇത്? എബി, അത് 2 പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് ആദ്യം വായിക്കൂ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ പാർട്ട് വായിക്കൂ. ഒന്നാമത്തെ പാർട്ട്, വേദപുസ്തകത്തിലെ വചനങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു പെന്തക്കോസ്തുകാരനെ കാണിച്ചു തരാമോ പാസ്റ്ററെ? ആ ചോദ്യത്തിൻ്റെ ആൻസർ ഇപ്പോൾ എനിക്കങ്ങനെ കോടാനുകൂടി പെന്തക്കോസ്തുകാരൊന്നും അറിയില്ല, വളരെ കുറച്ച് ആൾക്കാരെ അറിയൂ. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആളുകളെയൊക്കെ പലരെയും എനിക്ക് കാണിച്ചു തരാൻ കഴിയും. എന്നാൽ കുറച്ചും കൂടെ ഞാനതിനെ ചുരുക്കി കൊണ്ടുവരാം. കുറച്ചും കൂടെ ചുരുക്കി കൊണ്ടുവന്നിട്ട് അച്ഛനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ തന്നെ എന്നെ അച്ഛൻ്റെ മുമ്പാകെ പ്രസൻറ്റ് ചെയ്യുകയാണ്. അതായത് വേദപുസ്തക സത്യങ്ങളും അതിലെ ഉപദേശ സംഹിതകളും അനുസരിച്ച് ജീവിക്കുവാൻ ലെവൽ ബെസ്റ്റ് ഉത്സാഹിക്കുന്നു. എനിക്ക് ആ കാര്യത്തിൽ നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയും. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും മൈക്ക് കൊടുക്കുന്നില്ല, കൊടുത്താൽ അവരൊക്കെ പറയും. പക്ഷേ കൊടുക്കാതെ ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഇപ്പോൾ സംസാരിക്കുന്നതും മുൻപിൽ നിന്ന് നയിക്കുന്നതുമായ വ്യക്തി എന്ന നിലയിൽ ഞാൻ തന്നെ പറയുകയാണ്. ആ കാര്യത്തിൽ എനിക്ക് പ്രാഗൽഭ്യമുണ്ട്, തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയും. വേദപുസ്തക സത്യങ്ങൾ അനുസരിച്ച് മാത്രം മുൻപോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു സമർപ്പണത്തിൽ ഇറങ്ങി തിരിച്ചതാ. ഇനി മുന്നും പിന്നും നോക്കാനില്ല. ഇനി ഇടത്തോട്ടോ വലത്തോട്ടോ ഇല്ല. ഇടത്തോട്ടോ വലത്തോട്ടോ ഉണ്ടെങ്കിൽ കാര്യം നടക്കില്ലെന്നാണ് ജോഷുവയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നീ എൻ്റെ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ പാടില്ല. അവിടെ ചെണ്ടകൊട്ട് കാണും, ഇവിടെ വേറെ ആൾക്കാർ മദ്ദളം കൊട്ടും, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ മുൻപോട്ട് നോക്കി, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായവനെ നോക്കി മുൻപോട്ട് മാർച്ച് ചെയ്യേണ്ടതുണ്ട്. ഇനി ഇടംബലം നോക്കാൻ സമയമില്ലെന്നേ. ഇനി ഞങ്ങൾ പോകുന്ന പോക്കിൽ പാട്ട് പാടുകയാണ്. നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിടാം, വല്ലഭൻ്റെ നല്ല പാത പിന്തുടർന്നിടാം. ഇവിടുത്തെ പാട്ടതാണ്. നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിടാം, വല്ലഭൻ്റെ നല്ല പാത പിന്തുടർന്നിടാം. ഇവിടെ യേശു കർത്താവ് ഒരു മാതൃക വെച്ചു പോയി. നാം അവൻ്റെ കാൽച്ചൂടുകളെ പിന്തുടരണം. അതല്ലേ ആഹ്വാനം. അത് പിന്തുടരാൻ മനസ്സില്ലാത്ത ഒരുവൻ കർത്താവിൻ്റെ ദാസനും പിന്നെ അവൻ്റെ ശുശ്രൂഷകൻ എന്നുള്ള ലേബലിലൊക്കെ ഈ ഭൂമിയിൽ നിൽക്കാൻ അവിടുന്ന് സമ്മതിക്കുമോ? ദൈവപ്രസാദം ലഭിക്കില്ല. സമ്മതിക്കുമായിരിക്കും, ദൈവപ്രസാദം ലഭിക്കില്ല. വരാൻ പോകുന്ന നിത്യതയിൽ ദൈവിക മഹിമകൾ അനുഭവിക്കാൻ പറ്റുമോ? അതൊന്നും നടക്കില്ല.
അത് തിരിച്ചറിഞ്ഞൊരു ശുശ്രൂഷകനാണ് ഞാൻ. ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റില്ല, ദൈവത്തെ പറ്റിക്കാൻ പറ്റില്ല, ഒരു സൂത്രപ്പണി നടക്കില്ല. അതൊന്നും ആലോചിക്കുക പോലും വേണ്ട. അവൻ്റെ കണ്ണിന് മുമ്പ് എല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുകയാണ്. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ, എല്ലാവരും അങ്ങനെ ചിന്തയുള്ളവരായിരിക്കാം. എന്തുമാത്രം ശുശ്രൂഷകരുണ്ട്, അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം പേര് കാണും. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ പോയി അന്വേഷിച്ച് വിളിച്ചോണ്ട് വന്ന് അച്ഛൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യേണ്ടി വന്നാൽ ആളുകൾക്ക് സമയമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റുപോകും. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പ്രസൻറ്റ് ചെയ്യുകയാണ്. ആ കാര്യത്തിൽ പ്രാഗൽഭ്യമുണ്ട്, വചനം അനുസരിച്ച് ജീവിക്കാൻ ഉത്സാഹിക്കുന്നു. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ പറയാനായിട്ട് കഴിയുമോ? കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചോദ്യം ഞാൻ ചോദിക്കും. കടക്കാരോടൊക്കെ ക്ഷമിക്കാറുണ്ടോ? പാത്രിയാർക്ക വിഭാഗത്തോട് ക്ഷമിക്കാറുണ്ടോ? 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന പോലെ വിജാതീയരുടെ മുമ്പിൽ കേസും കൂട്ടമായിട്ട് പോകാൻ പെർമിറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ ജസ്റ്റിസ് അരുൺ മിശ്രയുടെ മുമ്പിൽ ജയിച്ചെന്നും പറഞ്ഞ് തുള്ളിച്ചാടി കേക്ക് മുറിച്ച് ലഡു വിതരണം ചെയ്ത പാർട്ടികളാണ്. അപ്പോൾ കടക്കാരോട് ക്ഷമിച്ച കാര്യമൊക്കെ എങ്ങനെ നിങ്ങൾ പറയും? അപ്പോൾ ആ ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. അങ്ങനെ ചോദിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു എങ്കിലും തിരിച്ചെടുത്തു. അത് ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം നടക്കാത്ത കാര്യമല്ലേ അത്. നമ്മൾ ഇന്ന് വരെ ആർക്കെതിരെയും കേസും കൂട്ടവും പട്ടാളമായിട്ടൊന്നും പോയിട്ടില്ല, അതിനോട്ട് പ്ലാനും ഇല്ല. എന്തുമാത്രം ചീത്തകളാണ് ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും വന്ന് നമ്മുടെ വീഡിയോകളുടെ അടിയിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ തരുന്നതെന്നറിയാവോ? തിരിച്ചൊന്നും പറയാറില്ല. അതെന്താ? തിരിച്ച് പറയേണ്ട കാര്യമില്ല. പ്രതികാരം നമുക്കുള്ളതല്ല, അത് യഹോവയ്ക്കുള്ളതാണ്. അവിടെ നിന്ന് നോക്കിക്കോളും. ആളുകളെ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്തോളും. പിന്നെ സഭ്യമായ കാര്യങ്ങളാണെങ്കിൽ സഭ്യമായ മറുപടികൾ നമ്മൾ കൊടുക്കും. അതിൽ എന്താ പറയുക, ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ടച്ച് വേണമല്ലോ. ആ ടച്ച് ഉണ്ടായിരിക്കും. അല്ലാതെ എറണാകുളം ജില്ലയിലെ ബാറിലെ ടച്ചിങ്ങും ഒക്കെ അടിച്ചിട്ട് തൃശ്ശൂർ ജില്ലയിലെ ടച്ചിങ്ങും, തൃശ്ശൂർ ജില്ലയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കിഴക്കൻ ഭാഗങ്ങളൊക്കെ കുടിയേറ്റ മേഖലകളാണ്. ഓർത്തഡോക്സുകാർ യാക്കോബക്കാരും ധാരാളം ഉള്ള മേഖലകളാണ്. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ അവിടെയൊക്കെ ഉണ്ട്. പിന്നെ വടക്കഞ്ചേരിയിൽ 1ാം തരം ബാർ ഹൈവേയിലെ സൈഡിൽ ഇരിപ്പുണ്ട്. അങ്ങ് ഉൾപ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ അവിടെ വരാൻ നെന്മാറ ബാറുണ്ട്. പിന്നെ മണ്ണാർക്കാട് പോയി അവിടെയുണ്ട്. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ടച്ചിങ്ങിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ടച്ച് വേണമല്ലോ മറുപടികളിൽ. ഉപ്പിനാൽ രുചി വരുത്തുന്നതായിരിക്കണം എന്നൊക്കെ പറയില്ലേ? അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാൽ ചില കാര്യങ്ങൾ കർക്കശ്യമായിട്ട് പറയും, അതങ്ങനെയല്ല, ഇതിങ്ങനെയാണെന്ന്. വേറെ കാര്യത്തിൻ്റെ മേമ്പൊടി പാടില്ല അതിനകത്ത്. വേറെ ചില കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാഗൽഭ്യം ഉണ്ടാ കാര്യത്തിൽ. 2ാം ഭാഗം എന്താ എബി? വെളിപ്പാട് പുസ്തകത്തിലെ ചില സംഭ്രമങ്ങൾ കാട്ടി മനുഷ്യനെ പേടിപ്പിക്കുന്ന ഒരു വേദ വിപരീതമല്ലേ ഇത്? ഏത് കാര്യം പറയുന്നത്? കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ചയും സ്വർഗസ്വനായ പിതാവേ എന്നുള്ള ആ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലാത്തത് എന്ത് എന്നുള്ളതിൻ്റെ മറുപടിയാണ് പറഞ്ഞത്. അതിന് മുൻപുള്ള ആഴ്ചകളിലൊക്കെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നിങ്ങൾ എന്താ പൊതുവകയെന്ന് എണ്ണാത്തതെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞു. അതിന് മുൻപുള്ള ആഴ്ചകളിൽ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കരുതെന്ന് വാക്യമുണ്ടോ എന്ന് ചോദിച്ചു. മുതിർന്നവർക്ക് കൊടുക്കണമെന്ന് വാക്യമുണ്ടോ എന്ന് ചോദിച്ചു. അതിൻ്റെ മറുപടികളാണ് പറഞ്ഞത്. ഇതിലൊന്നും വെളിപ്പാട് പുസ്തകത്തിൽ ഒരൊറ്റ വാക്യം പോലും വായിച്ചില്ല. ഈ കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ച ഒരു വാക്യം എന്തോ ഗ്രഹപ്പഴയ്ക്ക് വായിച്ചു പോയി. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. അത് എന്തു വരേണ്ട നേരത്ത് വായിച്ചെന്ന് എനിക്കറിയില്ല. വെളിപ്പാട് പുസ്തകത്തിൽ പോകാതെ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കേൾക്കേണ്ടി വന്നില്ലേ? അവിടെ ആകെ ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടി വായിച്ചതാണ്. അതായത് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തൻ്റെ രക്തം ഊറ്റി നമ്മെ തൻ്റെ രാജ്യത്തിൽ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി എന്നൊന്ന് പറയാൻ വേണ്ടി വായിച്ചു പോയതാണ്. അതല്ലാതെ ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരു കാര്യവും കോട്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞതെന്ന് എനിക്കത് മനസ്സിലാകുന്നില്ല. ചവറിന് എബിയോടൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ഈ 2-ാം ഭാഗത്ത് അച്ഛൻ ഉദ്ദേശിക്കുന്നത് എന്നോടായിരിക്കുമോ അത് നിങ്ങളോട് വല്ലവരോടും ആയിരിക്കുമോ? എന്നോട് ഡയറക്റ്റുള്ള ചോദ്യമാണ്. എൻ്റെ ഭാഗം ഞാനിപ്പോൾ വിശദീകരിച്ചത്. ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ കയറി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല. എൻ്റെ നേരെ അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം അത് എൻ്റെ നേരെയാണോ നിങ്ങളുടെ വല്ലവരുടെ നേരെയാണോ അത് വേറെ വല്ലവരുടെ നേരെയായിരിക്കുമോ? അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം മാത്രമേ വായിച്ചിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് അച്ഛന് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ അടുത്ത ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം മുന്നിൽ വന്നതുകൊണ്ട് അതിനൊരു മറുപടി പറയാതെ അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്നാ എന്ന് പറഞ്ഞ് പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇത് ഒരു സങ്കടത്തോടെ അച്ഛൻ എഴുതിയിരിക്കുന്നത്. അതിൽ 2 കാര്യത്തിൽ ആദ്യത്തെ കാര്യം, നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലാനായിട്ട് യേശു കർത്താവ് ഡയറക്റ്റ് പറഞ്ഞ പ്രാർത്ഥന എന്നിട്ട് പോലും അത് ചൊല്ലുന്നില്ല, എന്നിട്ട് ചുമ്മാ ഇരുന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഒരു ധ്വനിയായിട്ട് എനിക്ക് മനസ്സിലാകുന്നത്.
നമ്മൾ ചുമ്മാ ന്യായീകരിക്കുക എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. അച്ഛൻ നമ്മുടെ പ്രസംഗത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും, സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ ഓടിച്ചോടിച്ച് നോക്കി കാണുമായിരിക്കും. വളരെ കൃത്യതയോടെ പറഞ്ഞ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അത് എന്തുകൊണ്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് അങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നില്ല എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, കൃത്യമായി കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുകൊണ്ടൊരു ചോദ്യം ചോദിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഡീസൻ്റ് ആയിരുന്നു. ദൈവരാജ്യം സംബന്ധിയായി നിങ്ങൾ പ്രസംഗിച്ച കാര്യങ്ങൾ അത് നിലനിൽക്കുന്നതല്ല, അത് ഇങ്ങനെയാണ്, അത് അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു വരികയായിരുന്നെങ്കിൽ ന്യായം ഉണ്ടായിരുന്നു, അത് മനസ്സിലാക്കാമായിരുന്നു. ആദ്യത്തെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒന്ന് പറഞ്ഞ് രണ്ടിന് ബൈബിള് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ചായ നിൽക്കുകയാണല്ലോ. എന്നാ പറഞ്ഞാലും ബൈബിള്, ബൈബിളില്ലാത്തൊരു കഥയില്ല നിങ്ങൾക്ക്, ഈ ബൈബിൾ അനുസരിക്കുന്നവന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചത് അതൊരു അമർഷത്തിൽ നിന്നും ഒരു സങ്കടത്തിൽ നിന്നും ഒരു വല്ലായ്മയിൽ നിന്നും ചോദിച്ചാൽ മനസ്സിലായി. ഈ വലിയ കഥയൊക്കെ പറയുന്നവരുടെ കൂട്ടത്തിൽ വല്ലവരും ഉണ്ടോയെന്ന്. ഞാൻ മുന്നമേ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അസംഖ്യ മനുഷ്യരെ കാണിച്ചു തരാൻ കഴിയും ഇതിനകത്ത്. തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട എത്രയോ മനുഷ്യരാണെന്നറിയാവോ ഉലകത്തിൻ്റെ നാനാ കോണുകളിൽ ക്രിസ്തുവിശ്വാസികൾ ജീവിക്കുന്നത്, ഭക്തിക്കൊത്ത ജീവിതം നയിക്കുന്നത്, വിശുദ്ധ ജീവിതം നയിക്കുന്നത്, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ എല്ലാ വൻകരകളിലുമുണ്ട്. എല്ലാ വൻകരകളിലും എല്ലാ ഗോത്രങ്ങളിലും ഭാഷകളിൽ നിന്നുള്ള മനുഷ്യർ ഈ സത്യവിശ്വാസത്തിന് വേണ്ടി ചുമൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബോണി ഇവിടെ ഇരിപ്പുണ്ട്. ബോണി ബ്രിട്ടീഷ് കൊളംബിയയിലാണ്, കാനഡയിൽ ബ്രിട്ടീഷ് കൊളംബിയയിൽ ആ സ്റ്റേറ്റിൽ താമസിക്കുന്ന ആളാണ്. അതുപോലെ അവിടെ അടുത്തല്ല കുറച്ച് ദൂരെയുള്ളൊരു ഒരു സ്ഥലമാണ് ഫോർട്ട് സെയിൻറ്റ് ജോൺ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഫോർട്ട് സെയിൻറ്റ് ജോൺ അവിടെ ഒത്തിരി -50 -50 അങ്ങനെ എന്തൊക്കെയോ ആ ഒരു നിലയിൽ വരുന്നൊരു ഒരു ഏരിയയാണ്. അവിടെ കുറേ കുടുംബങ്ങളുണ്ട്. ബോണിക്ക് അവരെ അറിയാം. ബോണി അവരുമായിട്ട് സഹകരിക്കുന്നയാളാണ്. വെള്ളക്കാരാണ്. നമ്മുടെ മലയാളികൾ തോറ്റുപോകും അവരുടെ സമർപ്പണ ജീവിതം. സാധാരണ വെള്ളക്കാരുടെ ചില രീതികളുണ്ടല്ലോ, ആ രീതികളൊന്നുമല്ല. വളരെ സമർപ്പിതരാണ്. അവരുടെ സഹോദരിമാർ പ്രാർത്ഥിക്കാൻ നേരത്ത് തലയിൽ തുണിയിടാതെ നിൽക്കില്ല, അവരങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ യൂറോപ്പിൽ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മെജോറിറ്റിയും നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കാം, മൈനോറിറ്റി സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. അവർക്ക് വചനം വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടെന്നേ, വചനത്തിൻ്റെ പ്രകാശനത്തിൽ അവർ ജീവിക്കുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് കൃത്യമായിട്ടറിയാം. തങ്ങളുടെ ശരീരം സമർപ്പിക്കപ്പെട്ട ശരീരമാണ്. വെള്ളക്കാരൻ്റെ തോന്നിവാസങ്ങൾ പറ്റില്ലെന്ന് അവർക്കറിയാം. അവരുടെ സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ പാതാളത്തിലെത്തുന്നു അവർക്കറിയാം. അതുകൊണ്ട് ആ കൊടും നടപ്പത്ത് അവർ സമർപ്പിത ജീവിതം നയിക്കുക. അതിന് സാക്ഷിയായിട്ടൊരു മനുഷ്യനോട് ഇരിക്കുക. അവർ ബോണിയുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. ബോണിയായിട്ട് അവർ കൂട്ടായ്മ ആചരിച്ചിട്ടുണ്ട്. അനേക കാര്യങ്ങൾ അവരിൽ നിന്ന് കേൾക്കാൻ ബോണിക്ക് സാധിച്ചിട്ടുണ്ട്. ബോണിയിൽ നിന്ന് അവർക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ലോകത്തിലെമ്പാടും ഇങ്ങനെ ഈ കാര്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. എന്നാൽ രണ്ടാമത് പറഞ്ഞു വന്ന കാര്യമുണ്ടല്ലോ, അതൊരു അസ്ഥാനത്തായ ഒരു പ്രയോഗമായിട്ട് എനിക്ക് തോന്നുന്നത്. വെളിപ്പാട് പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ അങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഡയറക്റ്റ് എന്നോടല്ല, പൊതുവിലുള്ള പെന്തിക്കോസിനോടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു ഊഹമാണ്. അങ്ങനെ ആകാനാണ് സാധ്യത. കാരണം ചോദ്യത്തിനകത്തൊരു കൃത്യത നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. എന്നാലും നമ്മളത് ഊഹിച്ചെടുക്കുകയാണ്. അത് പൊതു പെന്തിക്കോസിനോടും അതിലെ ശുശ്രൂഷകരോടുമാണ് ആ പറയുന്നതെന്ന്. അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ ഊഹിച്ചെടുത്തെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിനു മുമ്പും പല കോറെപ്പിസ്കോപ്പമാരും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുള്ള ആളാണ്. ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കോറെപ്പിസ്കോപ്പിയൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ഒരു വൈദികനല്ല. ഇതിനു മുമ്പ് ഞാൻ പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു രോക്ഷം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു രോക്ഷം. ആ രോക്ഷം എന്തെന്ന് ചോദിച്ചാൽ, അത് വെളിപ്പാട് പുസ്തകത്തെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്ക് അവർ നടത്തിക്കളയും. ഒരു അറ്റാക്ക്. പണ്ട് ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് സൗരങ്ങളെ തമിഴ്നാട്ടിൽ എനിക്ക് ഒത്തിരി ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അതായത് വളരെ എന്നെക്കാളും പ്രായമുള്ള മനുഷ്യരാണ്. അവർ വലിയ ധനാഢ്യരായ മനുഷ്യരാണ്. ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളാണ്. എല്ലാ ബിസിനസ്സുകാരും ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആൾക്കാരാണെന്നുള്ള അർത്ഥത്തിലെടുക്കരുത്. ഞാൻ ഈ സഹകരിക്കുന്ന ആ ബിസിനസ് ഗ്രൂപ്പ് ഒരു വലിയൊരു ബിസിനസ് ഗ്രൂപ്പാണ്. അവർക്ക് വളരെ പ്രിയമുള്ള ഒരാളാണ് ഞാൻ. എന്നോട് അവർ വളരെ കാര്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും. എൻ്റെ ബിസിനസ്സിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി എല്ലാ ഹെൽപ്പും ചെയ്യുന്നൊരു കൂട്ടമാണ് അവർ. അവർക്ക് കേരളത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് അവരെന്നെയും കാണുന്നത്. എന്തോ അവരുടെ ഒരു സ്നേഹത്തിൻ്റെ രീതിയാണത്. അപ്പോൾ ഒരിക്കൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ
ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഫംഗ്ഷനോടുള്ള ബന്ധത്തിൽ അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ കുടുംബത്തിലെ രണ്ടാമനായ ആ വ്യക്തി, അദ്ദേഹം വളരെ ഉന്നതമായ വിദ്യാഭ്യാസമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ബിസിനസ് ഫീൽഡിലാണ്. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച പലരും കേരളത്തിലെ കളക്ടർമാരായിട്ടിരിക്കുന്ന ആളുകളായിരുന്നു ആ സമയത്ത്. അവരൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, റിട്ടയർഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ കളക്ടർമാരായിട്ടിരിക്കുന്ന പലരും ഇവർ ഒരുമിച്ച് പഠിച്ചതാണ്, സ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെ പഠിച്ചതാണ് ആ മനുഷ്യനോടുകൂടെ. അപ്പോൾ ഞാൻ ഇത്രയും ഇങ്ങനെ പരത്തി പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? അദ്ദേഹം ലോകം കണ്ടയാളാണ്, വിദ്യാസമ്പന്നനാണ്, വലിയ വാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എന്നാൽ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചു പോയപ്പോൾ പെട്ടെന്ന് സന്ദർഭമായി ഒരു ബന്ധമില്ലാത്ത നിലയിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ എൻ്റെ പുറത്ത് കുതിര കയറാൻ വരുന്ന പോലെ തോന്നിപ്പോയി. കാരണം എന്നറിയാവോ? മുഴുവൻ മലയാളികളെയും കൂടെ പുള്ളി ഒരു ഫോൾഡറിലങ്ങ് ഇട്ടു, എന്നെ അതിനകത്ത് ഇട്ടു. എന്നിട്ട് പറയാ കൈ ചൂണ്ടിക്കൊണ്ട്, ഞങ്ങൾക്ക് വെള്ളം തരാതിരിക്കാൻ നോക്കുന്നവരല്ലേ നിങ്ങളെന്ന്. വെള്ളമോ? വെള്ളവും ഞാനുമായിട്ടാണ് ബന്ധം? മുല്ലപ്പെരിയാർ ആ വിഷയം. മുല്ലപ്പെരിയാറിൽ ആ സമയത്ത് വലിയ ഡിസ്പ്യൂട്ട് നടക്കുകയാണ്, വലിയ ഡിസ്പ്യൂട്ട്. അവിടെ 136 അടി എന്നുള്ളത് 152 142 എങ്ങാണ്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കേസും കൂട്ടമൊക്കെ നടക്കുന്നുണ്ട്. അത് സർക്കാർ തലത്തിലുള്ള കാര്യങ്ങളല്ലേ. ഇതിവിടെ ഞങ്ങളൊരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഉന്നതരായ ആളുകൾ അവിടെയുണ്ട്, ചുറ്റും നിൽക്കുന്ന അങ്ങനെയുള്ള ആളുകളാണ്. പെട്ടെന്ന് പെട്ടെന്ന് ചൂടാകുക എൻ്റെ നേരെ. പെട്ടെന്ന് അദ്ദേഹം എന്നോട് ചൂടായി. ഞാൻ ഒറ്റയൊരുത്തനെ അവിടെ മലയാളിയായിട്ട് നിൽപ്പുള്ളൂ. സഹോദരങ്ങൾ, ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? ചന്ദ്രബാബുവായിട്ടുള്ള ബന്ധമുണ്ട് ഇതിന്. മുല്ലപ്പെരിയാർ ഞാനുമായിട്ട് തന്നെ ബന്ധം. അതിൻ്റെ കരാർ ഒപ്പിട്ട ഞാനാണോ? അതിൻ്റെ കരാർ ഒപ്പിട്ടത് വിശാഖ തിരുനാൾ മഹാരാജാവ് മറ്റോ. പിന്നീട് പുതുക്കി കൊടുത്തത് അച്യുതമേനോനാ. അതിലൊന്നും എനിക്ക് പങ്കാളിത്തമില്ല, ഞാൻ സാക്ഷിയുമല്ല, സാക്ഷി ഒപ്പിട്ടിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടാണ്? മലയാളിയാണെന്നുള്ളത് കൊണ്ടൊരു തട്ട് തട്ടിയതാ പുള്ളി. ഇരിക്കട്ടെ, നീയൊക്കെ മര്യാദ പഠിക്കണം, വെള്ളം തരണം എന്നൊക്കെ ആയിരിക്കും പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ അച്ഛനിപ്പോൾ രോക്ഷപ്രകടനമാണ് നടത്തിയത്, വെളിപ്പാട് പുസ്തകത്തിൽ കയറി. അതിൻ്റെ കാരണം എന്നാ? ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടുള്ള അച്ഛന്മാരും കോറപ്പീസ്കോപ്പന്മാരും എല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. എന്തിനാണ് പൊട്ടിത്തെറിച്ചത്? അവർക്ക് ദേഷ്യമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുമ്പോൾ. ഒരു വൈദികനോട് ഞാനിങ്ങനെ സംസാരിച്ചു പോവുകയാണ്. അതായത് ദൈവശാസ്ത്ര സംബന്ധിയായ ചില കാര്യങ്ങളാണ് പറയുന്നത്, ശിക്ഷാവിധിയോടൊക്കെയുള്ള ബന്ധത്തിലെ കാര്യങ്ങൾ. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ നരകം എന്ന് പറയുന്നത് മനുഷ്യരിടാനുള്ളതല്ല, അത് സാത്താനെ അവൻ്റെ ദൂതന്മാരെ ഇടാനുള്ളതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ കാണുന്നത് വെള്ളസിംഹാസനം വെളിപ്പെടുന്നു. ആ ബാലവൃദ്ധം ജനങ്ങൾ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ വരുന്നുണ്ട്, അവരെ ന്യായം വിധിച്ചുകൊണ്ട് തീപ്പൊയ്കയെ തള്ളുന്നൊക്കെയാണല്ലോ നമ്മൾ വായിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പുള്ളി പൊട്ടിത്തെറിച്ചു, ദേഷ്യപ്പെട്ടു. നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഒരു വെളിപ്പാട് പുസ്തകമുണ്ട്. എൻ്റെ ദൈവമേ, സൗമ്യമായി സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ ക്ഷണനേരം കൊണ്ട് ആൾ മാറിയവനെ പോലെ ആയിപ്പോയി. ആൾ മാറിയെന്ന് കേട്ടിട്ടില്ലേ? ആൾ മാറിയവനെ പോലെ ആയിപ്പോയി. ഒരാളല്ല, പലരിൽ നിന്നുള്ള അനുഭവങ്ങളേത്. അപ്പം ഞാൻ ചോദിച്ചു, അതിനെ വെളിപ്പാട് പുസ്തകം ഉൾക്കൊള്ളില്ലേ അച്ഛൻ, അത് അംഗീകരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വായനാ ഭാഗങ്ങളിലും മറ്റ് കാര്യങ്ങളിലും ഒന്നും വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും ദാനിയേൽ പ്രവചനത്തിൽ നിന്നും ഒന്നും എടുക്കാറില്ലെന്ന് പറഞ്ഞു. ദാനിയേൽ പ്രവചനം കുഴപ്പമാണോ? അതെ. പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. പുതിയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. രണ്ട് തമ്മിലുള്ള സാമ്യം ഭയങ്കരമാണ്. അപ്പോൾ ഈ രണ്ട് പുസ്തകത്തിൽ നിന്ന് ഞങ്ങൾ ചൊല്ലാറുമില്ല, പറയാറുമില്ല, ഒന്നുമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതെനിക്ക് അന്ന് ഒരു വിസ്മയമായിപ്പോയി. കാരണം ഈ കാനൂനികമായിട്ട് ഇവർ ആ കാര്യങ്ങൾ അംഗീകരിച്ചിട്ടില്ലെന്നൊക്കെ എനിക്ക് അറിയാം. എന്നാൽ പോലും ഇത് ഇത്ര രോക്ഷ പ്രകടനത്തോടു കൂടി അവതരിപ്പിച്ചപ്പോൾ ഇതിനകത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നേ താല്പര്യമില്ല. അതിൽ അച്ഛൻ പറയുന്നത്, നിങ്ങൾ ഈ പെന്തിക്കോസുകാരെന്ന് പറയുന്ന വർഗം വഴിനീളെ നടന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് അങ്ങനെയാണ്, നരകമുണ്ട്, നിങ്ങൾക്ക് നരകത്തെക്കുറിച്ചല്ലാതെ വേറെ വല്ല പ്രസംഗം ഉണ്ടോയെന്ന് ചോദിക്കുന്നത്. അന്നെന്നോട് ചോദിച്ചതാ. ഏതാണ്ട് അതിൻ്റെ ഒരു ധ്വനിയായി പറഞ്ഞു വരുന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ ക്രോധ കലശങ്ങളുണ്ട്, അവിടുത്തെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ഇതെല്ലാം നിങ്ങൾ പുറത്തെടുത്തുകൊണ്ട് ആളുകളെ സംഭ്രമ ലോകത്തിലേക്ക് സംഭ്രമിപ്പിക്കുക, ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് അവരെ എത്തിക്കുക എന്നൊക്കെയായിരിക്കും ഈ ഉദ്ദേശിച്ചത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം നമ്മൾ തച്ചിലിരുന്ന് എഴുതിയതുപോലെയാണ് ഇവർ പറഞ്ഞു വരുന്നത്. നമ്മളും നമ്മുടെ കാരണന്മാരൊക്കെ കൂടി ആലോചിച്ച് ഒരു വെളിപ്പാട് പുസ്തകം എഴുതിയേക്കാം എന്ന് തീരുമാനിച്ച് എഴുതി അത് ആളുകളെയെല്ലാം കറക്കി കളയുന്നൊരു പുസ്തകമായിട്ട് മാറ്റണം. എല്ലാവരെയും നമുക്ക് പമ്പരം പോലെ കറക്കണം. അങ്ങനെ എഴുതിയതാണോ?
ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണുന്നത് ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. സമയം അടുത്തിരിക്കുന്നു നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു പുസ്തകമാണത്. ഇത് വായിക്കുന്നവനും വായിച്ചു കേൾക്കുന്നവനും അതിനേക്കാൾ അപ്പുറമാണല്ലോ പ്രമാണിക്കുന്നവൻ. വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനാണെങ്കിൽ പ്രമാണിക്കുന്നവൻ അതിനേക്കാളും അപ്പുറം ഭാഗ്യവാനല്ലേ. അപ്പോൾ അങ്ങനെ എഴുതിയിരിക്കുന്നൊരു പുസ്തകമാണ്. ഈ പുസ്തകം മുദ്രയിടേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ക്ലോസ് ചെയ്യണ്ട, ഇതെല്ലാവർക്കും തുറന്നു കൊടുപ്പീൻ, സൺഡേ സ്കൂളിൽ വരെ പിള്ളേർ പഠിക്കട്ടെ, അങ്ങനെ പറഞ്ഞിരിക്കുന്നൊരു പുസ്തകമാണ്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിലെ ഒരേ ഒരു പ്രവചന ഗ്രന്ഥം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകമാണ്. പ്രവചന ഗ്രന്ഥം. പഴയ നിയമത്തിൽ പല പ്രവചന ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും പുതിയ നിയമത്തിലെ ഒരേ ഒരു പ്രവചന ഗ്രന്ഥം. അതായത് ഈ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദാനിയേൽ പ്രവചനത്തിൻ്റെ ഒരു തുടർച്ച എന്നോണം നമുക്ക് കാണാൻ കഴിയും. ദാനിയേൽ പ്രവചനത്തിൽ 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 70 ആഴ്ചവട്ടത്തെക്കുറിച്ച്. അതായത് ഒരു നീണ്ട ഹിസ്റ്ററി അല്ലേ അത്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നീണ്ടൊരു ഹിസ്റ്ററിയാണ്. അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്ന സമയം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് ഒരു സൂചന അവിടെ പറയുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 70ാമത്തെ ആഴ്ചയെക്കുറിച്ചുള്ള സൂചനയാണ് വെളിപ്പാട് പുസ്തകത്തിലുള്ളത്. അവിടെ 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ലാസ്റ്റ് വീക്ക് 70ാമത്തെ ആഴ്ചയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. ദാനിയേൽ പ്രവചനം എഴുതിയിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ വെളിപ്പാട് പുസ്തകം എഴുതിയതുപോലെ തന്നെയാണ് നമുക്ക് തോന്നുള്ളൂ. അതായത് ആ പേനയിലെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള നിലയിലാണ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഈ അച്ഛന്മാരുടെ ദേഷ്യം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തോടും പെന്തിക്കോസുകാരോടും വരുന്നതിൻ്റെ കാരണം ഈ പറഞ്ഞല്ലോ, നിങ്ങൾ നരകത്തെക്കുറിച്ച് പറയുന്നത്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് പറഞ്ഞേ. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് തുറന്നു നോക്കുക, അല്ലെങ്കിൽ മറ്റ് കൺവെൻഷനുകൾ നോക്കുക. ഈ പെന്തിക്കോസുകാർ പാസ്റ്റർമാർ എവിടെയാണ് നരകത്തെക്കുറിച്ച് പറയുന്നത്, ന്യായവിധിയെക്കുറിച്ചും ശിക്ഷാവിധിയെക്കുറിച്ചൊക്കെ പറയുന്നത്? മെജോറിറ്റി 90% പാസ്റ്റർമാരും പ്രസംഗിക്കുന്നത് എന്താ? വരുവിൻ, കടന്നു വരുവിൻ, വന്നതുപോലെ ആകില്ല തിരിച്ചു പോകുന്നത്, കടന്നു വരുവിൻ, 1 വെച്ച 2 കിട്ടും. ഇതാണ് ഈ പ്രസംഗകരെല്ലാം പ്രസംഗിക്കുന്നത്. അതറിയാത്ത അച്ഛൻ വന്ന് പറയുകയാണ് വെളിപ്പാട് പുസ്തകം പറഞ്ഞു, ഇത് ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു, ആളുകളെ പേടിപ്പിക്കുന്നു, ഭയപ്പെടുത്തുന്നു എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ എന്താ അതിന് മറുപടി? അങ്ങനെ ഈ പാസ്റ്റർമാരൊന്ന് പ്രസംഗിച്ചായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവുക. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാസ്റ്റർമാർ ആ ദൈവിക ന്യായവിധിയെക്കുറിച്ചും അതുപോലെ നരകത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ ആളുകളെ ഒന്ന് ബോധവൽക്കരിച്ചായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുക. ഒറ്റയൊരുത്തനതൊന്നും പറയുന്നില്ല, ചുമ്മാ നേരം പോക്കാ പറയുന്നത് മുഴുവനും. ദാവീദ് അങ്ങോട്ട് പോയി, മറ്റേ ആൾ ഇങ്ങോട്ട് വന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് സമയം കളയുന്നത്. ആധികാരികമായ കാര്യങ്ങൾ പറയുന്നവർ വളരെ കുറവാണ്. പ്രയോജനമുള്ള പലതും മറച്ചു വെച്ചിട്ട് അപ്രയോജനമായ കാര്യങ്ങൾ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അല്ല, ഞാൻ ഈ ഒരു സമൂഹത്തോട് പൊതുവെ ചോദിക്കുകയാണ്, എപ്പിസ്കോപ്പൽ സമൂഹങ്ങളോടും വിശേഷിച്ച് ഓർത്തഡോക്സ് പാരമ്പര്യമുള്ള എല്ലാ കൂട്ടക്കാരോടും ഞാൻ ചോദിക്കുകയാണ്, ഈ ന്യായവിധി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളെന്താ അത്രമാത്രം നിങ്ങൾക്ക് ഒരു വിഷമം വരുന്നത്? ഒരച്ഛനോടല്ല കേട്ടോ ഞാൻ സംസാരിക്കുന്നത്, ഭൂതലത്തിലുള്ള എല്ലാ അച്ഛന്മാരോടും പറയുന്നത്. അച്ഛന്മാരും അവരുടെ ശിഷ്യന്മാരോടുമോ പറയുന്നത്, ന്യായവിധി എന്ന് കേൾക്കുമ്പോഴത്തേക്കും നരകം എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഇത്ര ഹാലിളകുന്ന എന്തിനാ? ഇത് നമ്മളാരെങ്കിലും കണ്ടുപിടിച്ച കാര്യങ്ങളാണോ? ബൈബിളിലുള്ള കാര്യങ്ങളല്ലേ? നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിയേ. ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഹാനോക്കിനോടുള്ള ബന്ധത്തിൽ ന്യായവിധിയെക്കുറിച്ച് ഹാനോക്കിനൊരു സൂചന കൊടുക്കുന്നില്ലേ? ഹാനോക്കിന് സൂചന കൊടുക്കുന്നുണ്ട്. തൻ്റെ മകനായ മെതുശലേഖ് മരിക്കുമ്പോൾ ആ കാലത്ത് ജനത്തെ ന്യായം വിധിക്കുമെന്ന് പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ മെതുശലേഖിന് ഹാനോക്ക് പകർന്നു കൊടുത്തു. ഹാനോക്കിൽ നിന്ന് കൊച്ചുമകനായ നോഹയ്ക്ക് അത് ലഭിച്ചു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപയും നോഹയുടെ മേൽ വന്നു. നോഹ ഏകദേശം 100 കൊല്ലക്കാലം പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? നോഹയുടെ പ്രസംഗം എന്താ? നീതി പ്രസംഗിയായ നോഹ 100 കൊല്ലക്കാലം പ്രസംഗിച്ച എന്താ? വഴിനീളെ നടന്ന് പറഞ്ഞ എന്താ? ന്യായവിധി വരുന്നു എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ പോകുന്നു, ഒരുവനായ ദൈവം ഈ ലോകത്തെ ന്യായം വിധിക്കുന്നു, വെള്ളത്താൽ ന്യായം വിധിക്കാൻ പോകുന്നു, മഴ പെയ്യാൻ പോകുന്നു. അങ്ങനെ മഴയാൽ ഈ ഭൂമി മുഴുവനും ജലപ്രളയത്തിൽ അകപ്പെടും. അങ്ങനെ ദൈവം ന്യായം വിധിക്കുന്നത് ജലത്തിലൂടെയാണ്, വെള്ളത്തിലൂടെ ന്യായം വിധിക്കും. ആ ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിയുവാനായിട്ട് ദൈവം ഒരുക്കുന്ന ദൈവത്തിൻ്റെ കരുതലിൻ്റെ പെട്ടകം, ദൈവത്തിൻ്റെ കരുതലാണത്. ഒരു സമയം ന്യായവിധി പറയുമ്പോൾ മറു സൈഡിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെയും കരുതലിനെയും കാണിക്കുകയാണ് അല്ലേ? തൻ്റെ പ്രസംഗത്തിലൂടെ എന്താ പറയുന്നത്? ന്യായവിധി വരുന്നുണ്ടെന്ന്. അതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. 100 കൊല്ലം അത് തന്നെ പ്രസംഗിച്ചത്, 100 കൊല്ലം മാറ്റി പ്രസംഗിച്ചില്ലെന്ന്. അതേസമയം തന്നെ പ്രസംഗത്തിൻ്റെ കൂടെ തന്നെ താനെ പെട്ടകം പടന്നുകൊണ്ടിരിക്കുക. അത് നാട്ടുകാർ കാണുന്നുമുണ്ട്. പെട്ടകം പടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ആ പെട്ടകം എന്തിനു വേണ്ടിയാ? മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാ. അതിൽ കടക്കുന്നവൻ രക്ഷപ്പെടും.
അപ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റുമോ നോഹയ്ക്ക്? കൽപ്പന എവിടെ നിന്നാണ് വന്നത്? ഉയരത്തിൽ നിന്നാണ് കൽപ്പന വന്നത്, മഴ പെയ്യും എന്നുള്ളത്. മഴ പെയ്യും, അത് ജനത്തെ അറിയിച്ചേരെ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഡാമുകളൊക്കെ ഉണ്ട്. ആ ഡാമുകളൊക്കെ തുറക്കുന്ന സമയത്ത് സൈറൻ മുഴക്കും. അത് മാത്രമല്ല, ഒരു മൈക്കൊക്കെ വെച്ച് കെട്ടി ജീപ്പോ മറ്റു വാഹനങ്ങളിലോ അതിൻ്റെ പരിസരങ്ങളിൽ, പുഴയുടെ പരിസരങ്ങളിൽ, ഈ വെള്ളം ഒഴുകി വരുന്ന പുഴയുണ്ടല്ലോ, പരിസരങ്ങളിലെല്ലാം അവർ അനൗൺസ് ചെയ്യും. ആ എന്തിനാ? ആളുകളെ പേടിപ്പിക്കുന്നത് എന്തിനാ? ഡാം തുറക്കുകയല്ലേ, വെള്ളം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒക്കുവോ? അതെന്തിനാ പറയുന്നത്? നിങ്ങൾ ശരിയായ പൊസിഷനിൽ നിൽക്കണം. വെള്ളം കയറുന്ന പശ്ചാത്തലമാണെങ്കിൽ 2ാം നിലയിലേക്ക് കയറിക്കോ, അല്ലെ 3ാം നിലയിലേക്ക് കയറിക്കോ, അല്ലെ വല്ല മരത്തിൻ്റെ മുകളിലേക്കും കയറിക്കോ, ഏതിലെങ്കിലുമൊക്കെ കയറിക്കോ. അതാണ് അനൗൺസ്മെൻറ്റിൻ്റെ ഉദ്ദേശം. അല്ല, ഞാൻ ഇവിടെ തന്നെയാണ് നിൽക്കുള്ളൂ, എനിക്ക് ഇങ്ങനത്തെ കേൾക്കുന്നേ ഇഷ്ടമല്ല. ഓഹോ, അത് കൊള്ളാലോ, അനൗൺസ് ചെയ്യണ്ടേ? ഇടവേ ഡാം തുറക്കാൻ പോവുക. 2018 വെള്ളപ്പൊക്കത്തിൽ തൃശ്ശൂർ ജില്ലയിലുള്ള പീച്ചി ഡാം ഏതാണ്ട് 42 സെൻറ്റിമീറ്ററോ 46 സെൻറ്റിമീറ്ററോ മറ്റോ പൊക്കിയത് ഷട്ടർ. ഈ കഴിഞ്ഞ ആഴ്ച പൊക്കിയത് എത്രയാണെന്ന് അറിയാമോ? 76 സെൻറ്റിമീറ്റർ. ആ നാട്ടിലുള്ള സകലമാന മനുഷ്യൻ്റെ വീട്ടിൽ വെള്ളം കയറി, ഒരു നിലയൊക്കെ അങ്ങ് നിന്ന നിപ്പി മുങ്ങിപ്പോയി. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടമേ അല്ല ഇങ്ങനത്തെ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നതേ ഇഷ്ടമല്ല, ഞങ്ങളുടെ അച്ഛന്മാരൊന്നും അങ്ങനെ അനൗൺസ് ചെയ്യില്ല, ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് മാത്രമേ പറയുള്ളൂ, അതുകൊണ്ട് കാര്യമില്ല, വെള്ളം തലയ്ക്ക് മീതെ കടന്നു പോകും. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ അനൗൺസ്മെൻറ്റ്, നോഹ അനൗൺസ് ചെയ്യുകയാണ് ഇതാണ് സംഭവം എന്ന് നോഹയുടെ കാലത്ത്. അത് കഴിഞ്ഞിട്ടോ പിന്നത്തേതിൽ അബ്രഹാമിൻ്റെ കാലം വന്നപ്പോൾ സോദോം ഗോമോറയിൽ ഒരു അനൗൺസ്മെൻറ്റ്, ദൂതന്മാർ ചെന്നാണ് അനൗൺസ്മെൻറ്റ് ചെയ്തത്. ലോത്തിൻ്റെ വീട്ടിൽ ചെന്ന് അനൗൺസ് ചെയ്തു. ലോത്തിൻ്റെ കെട്ടിയോൾ പറഞ്ഞു, ഈ അനൗൺസ്മെൻ്റ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പുള്ളിക്കാരി പറഞ്ഞു. ലോത്ത് പറഞ്ഞു, ഇടി ഇറങ്ങിടി. അവൻ ലോത്ത് ഭാര്യയോട് പറഞ്ഞു, ഓടിക്കോ രക്ഷപ്പെടണമെങ്കിൽ. ദൂതൻ പറഞ്ഞല്ലോ. ലോത്തും പെമ്മക്കളും കൂടെ മുന്നേ ഇറങ്ങി ഓടുന്നു, കെട്ടിയോൾ പുറകെ ഓടുന്നു. കെട്ടിയോൾ തിരിഞ്ഞു നോക്കി, എന്തായെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ ഈ ഒരു ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം ന്യായം വിധിച്ചു സോദോം ഗോമോറയെ. സോദോം ഗോമോറ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് സ്വിറ്റ്സർലൻഡാണ്. സോദോം ഗോമോറ എന്താ? സ്വിറ്റ്സർലൻഡാണ്. അന്നത്തെ സ്വിറ്റ്സർലൻഡാണ് സോദോം ഗോമോറ. ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സുഖ സൗകര്യങ്ങളും അത്യാഡംബരങ്ങളും ഒക്കെയുള്ളൊരു ഒരു പ്രദേശമാണ് സ്വിറ്റ്സർലൻഡ്. എല്ലാവരും പോകാൻ കൊതിക്കുന്നതും മോഹിക്കുന്നതുമായൊരു സ്ഥലമാണ്. അതിനേക്കാളും ഭംഗിയായിരുന്നു സോദോം ഗോമോറ. അതുപോലൊരു താഴ്വരയായിരുന്നു അത്. തീ കൊണ്ട് കൈകാര്യം ചെയ്ത് കളഞ്ഞു ന്യായവിധി. അവിടെ ദൈവമല്ലേ തൻ്റെ ദൂതന്മാരെ അയച്ച് കാര്യങ്ങളെ പറഞ്ഞത്. അപ്പം ന്യായവിധിയെക്കുറിച്ച് എല്ലാ കാലത്തും പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിലോ, പത്രോസിൻ്റെ പ്രസംഗം, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിക്കുവാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അത് യേശുക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാരോട് കൽപ്പിച്ച കാര്യമാണ് പത്രോസ് പറയുന്നത്. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുന്നവൻ സാക്ഷാൽ മനുഷ്യപുത്രനാണ്. ആ കാര്യമാണ് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യത്തിലേക്ക് വരുമ്പോൾ അരയോപക കുന്നിൽ നിന്നുകൊണ്ട് പൗലോസ് ലീഗ പറയുകയാണ്, അവിടുത്തെ ശ്രേഷ്ഠന്മാരായ കുലീനന്മാരായ ആളുകളോട്, ഗ്രേക്കന്മാരോട് പറയുകയാണ്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ഈ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കാനൊരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തൊട്ടുമോളി പറയുകയാണ്, അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ മാനസാന്തരപ്പെടണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. മാനസാന്തരപ്പെടണം. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ഈ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുമെന്ന് 2 അപ്പോസ്തലന്മാർ കൃത്യമായിട്ട് പറഞ്ഞു. സദസ് എത്ര വലിയ സദസ്സാണെങ്കിലും കൊള്ളാം, എത്ര കേമന്മാരാണെങ്കിലും കൊള്ളാം, എല്ലാവരെയും പറഞ്ഞു കേൾപ്പിച്ചു, ഒരു ന്യായവിധി വരുന്നു. അപ്പം ആദ്യത്തെ കോറപ്പീസ്കോപ്പ, അത് യാക്കോബായിലെ കോറപ്പീസ്കോപ്പയാകട്ടോ, നമ്മുടെ അച്ഛനല്ല, യാക്കോബയിലെ കോറപ്പീസ്കോപ്പ. പുള്ളി എന്നോട് പറഞ്ഞ എന്നാണെന്നറിയാവോ? ശിക്ഷാവിധി കഴിഞ്ഞു, അത് യേശു ക്രിസ്തു ഏറ്റെടുത്തു, ഇനിയുള്ളത് ന്യായവിധിയാണ്. എന്നുവെച്ചാൽ ന്യായമായ ഒരു വിധി. എന്നുവെച്ചാൽ ഇനി എല്ലാവർക്കും, എല്ലാവരും ഉദ്ദേശിച്ചേ ആദം മുതൽ എവിടം വരെയോ അവിടം വരെയുള്ള സകല മനുഷ്യരെയും കർത്താവിൻ്റെ സന്നിധാനത്തെങ്കിൽ കൂട്ടി ന്യായമായ ഒരു വിധി വിധിക്കും. അപ്പോൾ അതിൽ നമ്മുടെ ബില്ലാദം വരുമോ? എല്ലാ ലാദനും വരും. സകല പുള്ളികളെയും ന്യായം വിധിക്കും. ശിക്ഷാവിധി ഇനിയില്ല, ശിക്ഷാവിധി കഴിഞ്ഞു. യേശു എല്ലാവരുടെയും ശിക്ഷ ചുമന്നു കഴിഞ്ഞു. വെരി ഗുഡ്. അതാണ് ഇവരുടെ പഠനം, അതാണ് നമ്മളോടുള്ള ദേഷ്യം എന്ന് പറയുന്നത്. അതാണ് ഈ തലയ്ക്കകത്തിരിക്കുന്ന സാധനം എന്നെന്ന് മനസ്സിലായോ? ഇതാണ് തലയ്ക്കകത്തിരിക്കുന്നത്. യേശു ക്രിസ്തു ശിക്ഷ അനുഭവിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ വായിക്കുന്നത് എന്താ? അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടെന്നാണ് വായിക്കുന്നത്. അപ്പം ശിക്ഷ യേശു ക്രിസ്തു ഏറ്റെടുത്തു, എല്ലാവർക്കും വേണ്ടിയാ.
കുറച്ച് പെന്തിക്കോസുകാർക്ക് വേണ്ടി മാത്രമല്ല യേശു ക്രൂശിക്കപ്പെട്ടത്, അത് സത്യമാണ്. എല്ലാവർക്കും വേണ്ടി അവൻ ക്രൂശിക്കപ്പെട്ടു. എല്ലാവരുടെയും ശിക്ഷ അവൻ്റെ മേലായി. അവൻ ശിക്ഷിക്കപ്പെട്ടു. ഇനി മനുഷ്യനെ എങ്ങനെ ശിക്ഷിക്കും? ഇനി ശിക്ഷിക്കാൻ വകുപ്പില്ല. അപ്പോൾ അങ്ങനെയാണ് വെളിപ്പാട് പുസ്തക സംസാരത്തിൽ നിന്ന്, ഞാനിത് മുന്നമ്മ എവിടെ ഒരു മെസ്സേജ് പറഞ്ഞതാ, വെളിപ്പാട് പുസ്തക സംസാരത്തിൽ നിന്ന് പിന്നെയും ഞങ്ങൾ മുന്നോട്ട് വന്നു. പുള്ളി വെളിപ്പാട് പുസ്തകം അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞു. അതായത് മനുഷ്യനെ നരകത്തിലിടുന്നില്ല, അവിടെ ദൂതന്മാരെ മാത്രമേ ഇടുന്നുള്ളൂ, അതായത് സാത്താനെ അവൻ്റെ ദുഷ്ടന്മാരായ ദൂതന്മാരെ മാത്രമേ ഇടുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അതായത് എതിർ ക്രിസ്തുവിനെയും അവൻ്റെ പ്രവാചകനെയും, അതായത് ഒന്നാം മൃഗത്തെയും രണ്ടാം മൃഗത്തെയും അവരെ ഈ പറഞ്ഞ തീപ്പൊയ്കയിൽ ഇടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതും വെളിപ്പാട് പുസ്തകത്തിലെ ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞു. എന്ത് ചെയ്യുമെന്ന് പറ. ഇപ്പം യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ട വാക്യങ്ങൾ കിടപ്പുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ. അത് അംഗീകരിക്കുമോ? പുസ്തകം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, പിന്നെ എന്ത് ചെയ്യും? അപ്പം നമ്മൾ സ്റ്റക്കായി. ഇനി ഒന്നും പറയാനായിട്ട് വകുപ്പില്ല. എങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുമെന്ന് പറ. അതായത് ഈ വിഷയം എന്ന് വെച്ചാൽ പെന്തിക്കോസ്തുകാർ നരകത്തെക്കുറിച്ച് പറഞ്ഞു എന്നും ന്യായവിധിയെക്കുറിച്ച് പറയുന്നു എന്നും ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു. ആ കവിഞ്ഞൊഴുകുന്ന സ്നേഹം. നമ്മുടെ കോട്ടയംകാരൻ തങ്കുവാണെങ്കിൽ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹക്കാരാണ്. ഇവരാണെങ്കിൽ കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിൻ്റെ ആൾക്കാരാണ്. ഇവരെല്ലാം നമ്മളെ വീർപ്പ് കൂട്ടിക്കുക. ഒരു കൂട്ടർ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം, ഒരു കൂട്ടർ കവിഞ്ഞൊഴുകുന്ന സ്നേഹം. ആ സ്നേഹമായിട്ട് കാണുന്നില്ല, കമൻറ്റിലൊന്നും കാണുന്നില്ല, നേരിട്ട് ഇടപെടുമ്പോഴും കാണുന്നില്ല. ഈ വഴിഞ്ഞൊഴുകുന്ന കവിഞ്ഞൊഴുകുന്ന സ്നേഹം അതൊന്നും നമുക്കങ്ങനെ അധികം ഫീൽ ചെയ്തിട്ടില്ല. ഗോഡ് ഈസ് ലവ്. ദൈവ സ്നേഹമാകുന്നു. അതൊന്നും പറഞ്ഞല്ലോ, അതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു വൈരുദ്ധ്യമാണ്. അല്ലെങ്കിൽ എന്താ ഇത് പറയാ, നല്ലൊരു വാക്ക്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു തമാശ പോലെയാണ് തോന്നുന്നത്. ദൈവ സ്നേഹമാണെന്നൊക്കെ കേൾക്കുമ്പോൾ. സ്നേഹമാണെങ്കിൽ സ്നേഹിച്ച് കാണിക്കേ. ആരെങ്കിലുമൊക്കെ സ്നേഹിക്കും. ഞങ്ങളെ ഒന്ന് സ്നേഹിക്കട്ടെ. പെന്തിക്കോസുകാർ വെറുക്കപ്പെട്ടവരാ, അത് മാറ്റി. പെന്തിക്കോസുകാർ വെറുക്കപ്പെട്ടവർ, അവരെ മാറ്റി നിർത്താം. ആ പാത്രിയർക്കീസുകാരെങ്കിലും ഒന്ന് സ്നേഹിക്കാൻ മേലെ. നിങ്ങൾ ഒരേ തക്സായിൽ നിന്നാണ് ചൊല്ലുന്നത്. ഒരേ തക്സ. എന്നാ വ്യത്യാസം? ഒരു വള്ളി വ്യത്യാസമില്ല. നിങ്ങളും അതിനിടയ്ക്ക് പറയുന്നുണ്ട് പരിശുദ്ധ കാതോലിക്ക ഭാവിക്ക്, പരിശുദ്ധ പാത്രിയർക്കീസ് ഭാവിക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു നിങ്ങളും പറയുന്നുണ്ട്. അവർ ചൊല്ലുമ്പോൾ കാതോലിക്ക എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠ കാതോലിക്കയ്ക്ക് വേണ്ടിയാണ്, പരിശുദ്ധ കാതോലിക്കയ്ക്ക് വേണ്ടിയല്ല. അങ്ങനെ ഒരു അക്ഷരത്തിൻ്റെ വ്യത്യാസങ്ങളല്ലേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് രമ്യതപ്പെടാവുന്നതല്ലേ ഉള്ളൂ. ദൈവസ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കിൽ നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കെട്ടിപ്പിടിച്ചിരുന്ന് കുർബാനയല്ലെന്നേ വർത്തമാനം മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. അതായത് സഭയുടെ ഭാവി മഹത്വവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിനകത്തുണ്ട്. 1-ാം അധ്യായം തുറക്കുമ്പോൾ തന്നെ തേജോമയനായി ക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കൊണ്ടല്ലേ തുടങ്ങുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ഞങ്ങളുടെ പ്രത്യാശയായ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ അവൻ തേജസ്സിൽ ജ്വലിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞങ്ങൾക്ക് എങ്ങനെ അതൊക്കെ മറിച്ച് കളയാൻ പറ്റും? സീരിയസ് ആണത്. അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ 7 സഭകൾക്കുള്ള മുന്നറിയിപ്പുകളാണ്. 7 സഭകൾക്ക്, സ്ഥലം സഭകൾക്ക് ഉള്ള മുന്നറിയിപ്പുകളാണ്. ഗൗരവമായ പഠനങ്ങളാണ് അവിടെ വരുന്നത് 7 സഭകൾക്ക്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴോ മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. സഭ എടുക്കപ്പെട്ടതിന് ശേഷം മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. 4-ഉം 5-ഉം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗത്തിലെ ആരാധന, അവിടെ സെറാഫുകളെ കാണാം, കെറൂബുകളെ കാണാം, 4 ജീവികളെ കാണാം, മൂപ്പന്മാരെ കാണാം, അങ്ങനെ പല കാര്യങ്ങളും കാണാം. ഗൗരവമായ കാര്യങ്ങൾ അവിടെയുണ്ട്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴോ വെള്ള കുതിരപ്പുറത്ത് ഒരുവൻ വരുന്നു, സാക്ഷാൽ എതിർ ക്രിസ്തു. അവൻ ഈ ഭൂമിയിൽ ഭരിക്കാനായിട്ട് വരുന്നൊരു കാഴ്ചയാണ് 6-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രക്തസാക്ഷികളെ കണ്ടു തുടങ്ങിയാണ്. 6-ാം അധ്യായത്തിൻ്റെ പകുതിക്ക് ശേഷവും 7-ാം അധ്യായത്തിൽ രക്തസാക്ഷികളെ കാണുകയാണ്. ഇസ്രായേലിനെ മുദ്രയിടുന്ന കാര്യങ്ങളാണ് കാണുന്നത്. യാക്കോബിൻ്റെ കഷ്ടകാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ ചില മുദ്രയിടലുകൾ നടക്കുകയാണ്. തുടർന്ന് യാക്കോബിൻ്റെ കഷ്ടകാലം ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യത്തെ 3.5 വർഷക്കാലം കഴിഞ്ഞ് അടുത്ത 3.5 വർഷക്കാലം ആരംഭിക്കുമ്പോൾ യാക്കോബിൻ്റെ കഷ്ടകാലം, ഗ്രേറ്റ് ട്രിബുലേഷൻ, അവിടെ എങ്ങനെ ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞുള്ള ഓരോരോ അധ്യായങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 8-ാം അധ്യായം, 9-ാം അധ്യായം, 10-ാം അധ്യായം, 11-ാം അധ്യായം എന്നൊക്കെ പറയുമ്പോൾ 11-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ കുഞ്ഞാട് രാജ്യത്വം ഏറ്റെടുക്കുകയാണ്. പിന്നെ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ഗംഭീര കാര്യങ്ങൾ. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ അവിടെ നിൽക്കുന്നു. നമ്മുടെ കത്തോലിക്ക സഹോദരങ്ങൾ പറയുന്നു ഞങ്ങളുടെ മാതാവാണ് നിൽക്കുന്നതെന്ന് പറയുന്നത്. അവരുടെ മാതാവാണ്. യേശുക്രിസ്തുവിൻ്റെ അമ്മയാണെന്നും പറഞ്ഞു കളയും. യേശുക്രിസ്തുവിന് ജന്മം കൊടുക്കാനായിട്ട് സമർപ്പിതയായി വന്ന വിശുദ്ധ മറിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കുക മാർഗമുള്ളൂ.
അവിടെ സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രായേലിനെയാണ് കാണിക്കുന്നത്. സൂര്യനെ അണിഞ്ഞ സ്ത്രീ, അതിൻ്റെ വിശദീകരണമുണ്ട്. ആ 12-ാം അധ്യായത്തിൽ തന്നെ പഴയ പാമ്പായ സാത്താൻ വെളിപ്പെട്ട് നിൽക്കുന്നുണ്ട്. പഴയ പാമ്പായ സാത്താനും പിശാചും എന്നൊക്കെ പറയുന്ന ആ പിശാച് അവിടെ വെളിപ്പെട്ട് നിൽപ്പുണ്ട്. 2-ാം സ്വർഗത്തിൽ നിന്ന് അവനെ വെട്ടി താഴെ ഇടുന്നുണ്ട് മീഖായേൽ. അങ്ങനെ താഴേക്ക് വന്നിട്ട് ഈ ഭൂമി ഭരിക്കുന്ന, അപ്പോഴത്തേക്ക് 3.5 വർഷം കഴിഞ്ഞു. എതിർ ക്രിസ്തുവിൻ്റെ ഭരണം 3.5 വർഷം കഴിഞ്ഞു. ഇവിടെ ഭൂമിയിൽ ഭരിക്കുന്ന എതിർ ക്രിസ്തുവിന് മേൽ അവൻ വന്ന് കയറുകയാണ്. എതിർ ക്രിസ്തുവിലേക്ക് കയറിയിട്ട് പിന്നത്തെ 3.5 വർഷക്കാലം കുശാലാണ്, തവിടുപൊടി. അങ്ങനെ സാത്താൻ അല്പകാലമേ ഉള്ളൂ എന്ന് വെച്ച് വിശുദ്ധ ജനത്തെ, അതായത് ഇസ്രായേലിനെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. സഭ ഇവിടെ ഇല്ല കേട്ടോ, സഭ എടുക്കപ്പെട്ടു. സഭ ഉയരത്തിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട്, യാക്കോബിൻ്റെ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത്. അവർക്ക് രാജ്യം യഥാസ്ഥാനപ്പെടുത്തണം, അവരെ ഉലയിലൂടെ ശുദ്ധീകരിച്ചെടുക്കണം, അതിനുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ അടുത്തടുത്ത അധ്യായങ്ങളിലേക്ക് വരികയാണ്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മൃഗത്തെ അതിൻ്റെ നിലയിൽ വെളിപ്പെടുകയാണ്. 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് വെള്ളക്കുതിരപ്പുറത്താണ് തുടക്കം. 7 വർഷത്തിൻ്റെ ആരംഭം വെള്ളക്കുതിരപ്പുറത്താണ് വരുന്നത്. ഒരു സമാധാനകാംക്ഷി എന്നുള്ള നിലയിലാണ് വരുന്നത് വെള്ളക്കുതിരപ്പുറത്ത്. പക്ഷെ 13-ാം അധ്യായത്തിലേക്ക് വന്നപ്പോഴത്തേക്കും വെള്ളക്കുതിരയുടെ സ്ഥാനത്ത് ഇപ്പോൾ കാണുന്ന മൃഗത്തെയാണ് കാണുന്നത്. ബീസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. മൃഗതുല്യമായ സ്വഭാവങ്ങളെല്ലാം വെളിപ്പെടുകയാണ്. അവൻ്റെ സപ്പോർട്ടറായ പ്രവാചകൻ വെളിപ്പെടുന്നു. അവനെയും വിളിക്കുന്ന മൃഗം എന്ന് തന്നെയാണ്, 2-ാം മൃഗം, കള്ളപ്രവാചകൻ. അത് കഴിഞ്ഞ് 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 1,44,000 പേര് നിൽക്കുന്നു. അവരുടെ കയ്യിൽ കുരുത്തോലയുണ്ട്. അത് വേറെ കുറേ കൂട്ടരെ വേറെ രീതിയിലാണ് കേട്ടോ പറയുന്നത്. വേറെ രീതിയിലാണ് പറയുന്നത്. അവർ സിംഹാസനത്തിലിരിക്കുന്ന കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണകൾ മീട്ടി പാട്ട് പാടുന്നു. സിംഹാസനത്തിൽ അപ്പം ആരാരെല്ലാം ഇരിപ്പുണ്ടെന്നറിയാവോ? സിംഹാസനത്തിലപ്പോൾ ആരാരെല്ലാം ഇരിപ്പുണ്ട്? കുഞ്ഞാടും തൻ്റെ കാന്തയും സിംഹാസനത്തിലിരിക്കുകയാണ്. അതിൻ്റെ മുമ്പിൽ നിന്ന് കൊട്ടാരക്കരക്കാരും, പിന്നെ അങ്ങ് സിലോൺകാരും, പിന്നെ അങ്ങ് ചെന്നൈയിലെ ഇരുമ്പിലിയൂറുകാരും, അവരൊക്കെ കൂടെ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അതിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് അവർ പാട്ട് പാടുന്നതാണ് കേമത്വമായിട്ട് കാണുന്നത്. സിംഹാസനത്തിൽ ഇപ്പോൾ ആരാരെല്ലാം ഇരിക്കുന്നത്? കുഞ്ഞാടും തൻ്റെ കാന്തയും സിംഹാസനത്തിലിരിക്കുക. അതിന് മുമ്പിലിരുന്ന് ഇവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. പാടിക്കോ, നന്നായിട്ട് പാടിക്കോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ അധ്യായങ്ങൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ മഹദിയാം ബാബിലോണിനെ കാണുകയാണ്. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കുഞ്ഞാടിൻ്റെ കാന്തയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ എതിർ ക്രിസ്തുവിൻ്റെ കാന്ത അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. എതിർ ക്രിസ്തുവിൻ്റെ കാന്ത. അത് കഴിഞ്ഞിട്ട് പിന്നീട് ബാബിലോൺ തകരുന്ന കാര്യം കാണുന്നു. അതും കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പോൾ 19-ാം അധ്യായം നമ്മെ സംബന്ധിച്ച് വിശേഷപ്പെട്ട അധ്യായമാണ്. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? കുഞ്ഞാടിൻ്റെ കല്യാണം വരുന്നു. അതും കഴിഞ്ഞ് 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുന്നു. അതുപോലെ തന്നെ സാത്താനെ 1000 ആണ്ടത്തേക്ക് ചങ്ങലയിൽ ബന്ധിക്കുന്നു. അതും കഴിഞ്ഞ് 20-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ താഴേക്ക് നോക്കുമ്പോൾ അവിടെ വെള്ളസിംഹാസനം വെളിപ്പെടുകയാണ്. വെള്ളസിംഹാസനം വെളിപ്പെടുന്നു. അവിടെ വെള്ളസിംഹാസനത്തോടുള്ള ബന്ധത്തിലെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഈ കാണുന്ന ഭൂമി ആകാശം ഒഴിഞ്ഞു പോകുന്നു. തൽസ്ഥാനത്തേക്ക് പുതിയ ഭൂമിയും പുതിയ ആകാശവും വെളിപ്പെടുന്നതിനിടയിൽ വെള്ളസിംഹാസനം വെളിപ്പെടുന്നു. ഇൻ ബിറ്റ്വീൻ, അതിൻ്റെ നടുക്ക് വെള്ളസിംഹാസനമാണ് വെളിപ്പെടുന്നത്. അവിടെ 2-ാം പുനരുത്ഥാനത്തിൽ ഉയർത്തു വരുന്ന ആളുകളെയല്ല, ദുഷ്ടന്മാരെയല്ല, കായിൻ മുതലുള്ള സകല ദുഷ്ടന്മാരെയും ന്യായം വിധിച്ച് തീപ്പൊയ്കയിലേക്ക് തള്ളുന്നു. 21-ാം അധ്യായം തുടങ്ങുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടുകൊണ്ടാണ്. മനോഹരമായൊരു കാഴ്ചയാണ്, പ്രത്യാശാനിർഭരമായൊരു കാഴ്ച. അതിലേക്ക് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, സഭയാം കൂടാരം നിവർത്തപ്പെടുകയാണ്. അവിടെ സഭയാം കൂടാരത്തെയും പിന്നെ അനേകം മനുഷ്യരെയും ഒക്കെ കാണാൻ കഴിയും. പല കാര്യങ്ങളും കാണാൻ കഴിയും, വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ 21-ാം അധ്യായത്തിന് താഴേക്ക് വരുമ്പോൾ യെരുശലേം എന്ന് പറയുന്ന നഗരം, പുതിയ യെരുശലേം എന്ന് പറയുന്ന നഗരം, ആ നഗരത്തിൻ്റെ വൻമതിലും, ആ വൻമതിലിൽ പഴയ നിയമ ഗോത്രപിതാക്കന്മാരുടെ പേര് കൊത്തിയിരിക്കുന്നു. നഗരത്തിൻ്റെ മതിലിൽ അപ്പോസ്തലന്മാരുടെ പേര് കൊത്തിയിരിക്കുന്നു. അതെല്ലാം വായിക്കുമ്പോൾ പിടികിട്ടാൻ പാടായിരിക്കും, കൂട്ടിക്കുഴച്ച് ആകെ കുഴഞ്ഞു മറിഞ്ഞു പോകും. വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ഈ പുതിയ യെരുശലേം എന്ന് പറയുന്ന ആ നഗരം, അതായത് ആ നഗരത്തിൻ്റെ ഭിത്തി, അത് പണിതിരിക്കുന്നത് 12 വിധ രത്നങ്ങളെ കൊണ്ടാണ്. ആ രത്നങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽസ് അവിടെയുണ്ട്, ഏതെല്ലാം രത്നങ്ങളാണെന്നൊക്കെയുള്ളത്. അത് ക്രിസ്തുവിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ദിവ്യ സ്വഭാവവുമായി ബന്ധപ്പെട്ടൊക്കെ വിശദീകരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനിടയിൽ ഒരു കാര്യം പറയട്ടെ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളും. അങ്ങനെ പറയണോ പാസ്റ്ററെന്ന് ചോദിച്ചാൽ എഴുതി വെച്ചത് പറയാതെ നോക്കുമോ? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. എങ്ങനെയാണ് ജീവപുസ്തകത്തിൽ പേര് വരുന്നത്? വെള്ളം തെളിച്ചാണോ പേര് വരുത്തുന്നത്? ഒരുവൻ്റെ തലയിൽ വെള്ളം തെളിച്ചു കഴിഞ്ഞാൽ പേര് വരുമോ? അതിനുള്ള അധികാരമൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. ചുമ്മാ പറയുന്നതാണ് ഞങ്ങൾക്ക് അധികാരമുണ്ടെന്ന്.
പക്ഷെ ആ ദിവസം അറിയാം, അന്നാളിൽ ലജ്ജിച്ചു പോകും. വീണ്ടും ജനിക്കാത്ത ഒരുവൻ്റെ പേര് ജീവപുസ്തകത്തിൽ വരത്തില്ല, ഒരു കാരണവശാലും വരത്തില്ല. വീണ്ടും ജനിക്കണം. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് മദ്യപാനികൾ, പിന്നെ ഈ വിഗ്രഹാരാധികൾ, ബോഷ്ക്ക് പറയുന്നവർ, അങ്ങനെ കുറേ ലിസ്റ്റുണ്ട്. ഈ പറയുന്ന പുള്ളികളൊന്നും ഈ പറഞ്ഞ സ്ഥലത്തെത്തില്ല. ഇവർക്കൊന്നും കുഞ്ഞാടിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശനമില്ല. പുതിയ ഭൂമിയിൽ അവർക്കൊന്നും പ്രവേശനമില്ല. അവരെയൊക്കെ കാത്തിരിക്കുന്ന തീപ്പൊയ്കയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു സത്യമാണ്. ഈ വക കാര്യങ്ങളെക്കുറിച്ച് നമ്മളാരും കണ്ടുപിടിച്ചാൽ ഇത് കർത്താവായ യേശു ക്രിസ്തു മുന്നമേ പറഞ്ഞ കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ കാണുന്നത്. അങ്ങനെ വെളിപ്പാട് ദിവസം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രത്യാശാനിർഭരമായ ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പറുദീസയുടെ അനുഭവമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ മനുഷ്യനെ പറുദീസയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ വെളിപ്പാട് ദിവസം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അവസാനത്തെ താളിലേക്ക് വരുമ്പോൾ, മനുഷ്യൻ വീണ്ടും ആ പറുദീസയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ച കാണുകയാണ്. വലിയ കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശദീകരണത്തിലേക്ക് ഞാൻ പോവുകയല്ല. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വന്നൊരു കാര്യം പറഞ്ഞ് പൂർത്തീകരിക്കാം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഒരു സംശയവുമില്ല. അത് പെന്തിക്കോസുകാരനാണെങ്കിലും ഓർത്തഡോക്സുകാരനാണെങ്കിലും യാക്കോബക്കാരനാണെങ്കിലും കത്തോലിക്കനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും ആരാണെങ്കിലും കൊള്ളാം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്ന് പറഞ്ഞാൽ ഏതവനെയും തള്ളിയിടും. നീ അതിനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനുവേണ്ടി ഒരു 3 കുർബാനയുടെ ആവശ്യമില്ല, അതിനുവേണ്ടി ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. പച്ച പറയുകയാണ്, പേര് ജീവപുസ്തകത്തിൽ കാണണം, നിർബന്ധമാണ്, ആരും ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഹൃദയം സ്തംഭിച്ചു പോകുമെന്ന് പറഞ്ഞാൽ കുറേ ഹൃദയങ്ങളങ്ങ് സ്തംഭിക്കട്ടെ നീ. അപ്പോൾ അവരൊക്കെ ഈ ബൈബിൾ തുറന്നത് വായിക്കുകയാണെങ്കിൽ ഹൃദയം മൊത്തം സ്തംഭിച്ചു പോകുമല്ലോ. ഞാൻ 2-3 വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതായത് 2 വാക്യങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പത്രോസ് പറഞ്ഞതും പൗലോസ് പറഞ്ഞതും. ന്യായവിധിയെക്കുറിച്ച് ഉള്ള കൽപ്പന ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. യേശു ക്രിസ്തു ന്യായം വിധിക്കും, മനുഷ്യപുത്രൻ്റെ കയ്യിൽ ന്യായവിധി പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം. അതുപോലെ തന്നെ 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ, അതിൻ്റെ 9-10 വാക്യങ്ങളൊക്കെ വായിച്ചാൽ അവിടെയും നിങ്ങൾക്ക് കാണാം യേശു ക്രിസ്തു ശക്തിയുള്ള ദൂതന്മാരുമായി ന്യായവിധിക്ക് വേണ്ടി വരുന്നൊരു കാര്യം. ന്യായം വിധിക്കാൻ വരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ താഴെ വായിക്കുമ്പോൾ നമുക്ക് കാണാം, സുവിശേഷം അനുസരിക്കാത്തവർ നിത്യശിക്ഷാവിധിയിലേക്ക് പോകും, നിത്യനാശത്തിലേക്ക് പോകും. എബ്രായ ലേഖനത്തിലും പറയുന്നുണ്ട്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല എന്ന്. പിന്മാറ്റക്കാരെല്ലാം നാശത്തിലേക്ക് പോകുന്നൊരു സൂചന അവിടെയുണ്ട്. അപ്പം നാശമുണ്ട്. അതായത് സാത്താനും അവൻ്റെ ദൂതന്മാരും മാത്രമല്ല അങ്ങോട്ട് പോകുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം അംഗീകരിക്കാതെ അത് വിശ്വസിച്ച് ഏറ്റെടുക്കാത്ത എല്ലാവരും ആ ശിക്ഷാവിധിയുടെ ഭാഗമായി തീരും. ശിക്ഷാവിധിയിൽ നിന്ന് അവർക്ക് ഒഴിവ് ലഭിച്ചില്ലെന്നേ, അവരത് വിശ്വസിച്ച് ഏറ്റെടുത്തില്ല. ദൈവം വെച്ച വ്യവസ്ഥ അതാണ്. തൻ്റെ പുത്രൻ്റെ ബലിമരണം അംഗീകരിച്ചത് ഏറ്റെടുക്കുന്നവർക്ക് നീതീകരണം അവിടെ നിന്ന് ഓഫർ ചെയ്തിരിക്കുകയാണ്. അത് വാക്തത്വമാണ്. അത് അംഗീകരിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. അത് ന്യായമല്ലേ? അത് ന്യായമാണ്. ഇപ്പം നമുക്കറിയാം, ഈ റെയിൽവേ പാളത്തിൻ്റെ അവിടെയൊക്കെ ലെവൽ ക്രോസുകളുണ്ട്. അവിടെ ഒരു കമ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വട്ടം. അതിൽ കടന്നു പോയി കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ അടിയിൽ പോവും, ആൾ ചത്തുപോകും. കടന്നു പോയില്ലെങ്കിലോ ഒരു 10 മിനിറ്റ് അവിടെ നിൽക്കുകയാണെങ്കിൽ, അതായത് നിയമം അനുസരിച്ചാൽ മരണമില്ല, നിയമം അനുസരിച്ചില്ലെങ്കിൽ വണ്ടിക്കടിയിൽ പോയി ചത്തുപോകും. അതിനിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് സ്നേഹമില്ല, ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനെ ഒരു കോലും കൊഴിയൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉത്തരവൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും ഉത്തരം കണ്ടെത്തിക്കും. ഇതിനോട് ചേർന്ന് 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാത്തവരെല്ലാം ന്യായവിധിയിലാകപ്പെടുമെന്നാണ് വായിക്കുന്നത്. സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാത്തവരെല്ലാം. അപ്പോൾ ഇതെല്ലാം അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യമാണ്. ഇനി സാക്ഷാൽ യേശുക്രിസ്തു പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് വിതയെക്കുറിച്ച് പറയുന്നത്. അതായത് വിതയ്ക്കാൻ പോയവൻ്റെ ഉപമ പറയുന്നത് അവിടെയാണ്. അതിൻ്റെ 13-ാം അധ്യായത്തിലെ 41-42 വാക്യത്തിലേക്ക് വരുമ്പോൾ കൊയ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ, കൊയ്ത്ത് ലോകാവസാനമാണ്, കൊയ്യുന്ന ദൂതന്മാരാണ്, കള വിതയ്ക്കുന്നത് ദുഷ്ടനാണ്. അപ്പോൾ കള പറിച്ചു കൂട്ടിയിട്ട് അതെല്ലാം തീക്കകത്തേക്ക് തള്ളിക്കളയുമെന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. ന്യായവിധിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. യേശു കർത്താവ് തന്നെയാണ് ആ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞത്. അത് കഴിഞ്ഞ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഗിരിപ്രഭാഷണമാണ്. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ഒത്തിരി കാര്യങ്ങളെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ കോപിക്കുന്നവനെ കുറിച്ച് പറയുകയാണ്. കോപിക്കുന്നവൻ, അകാരണമായി കോപിക്കുന്നവൻ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്ന്. അപ്പോൾ അഗ്നി നരകം ഉണ്ടെന്ന് നമ്മളാണ് പറഞ്ഞത്? യേശു കർത്താവല്ലേ പറഞ്ഞത് അഗ്നി നരകം ഉണ്ടെന്ന്?
പിന്നത്തേതിൽ മത്തായി 25:41-46 വാക്യത്തിലേക്ക് വരുമ്പോൾ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നരകത്തെക്കുറിച്ച് പറയുകയാണ്. അതായത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്, തൻ്റെ സഭയുമായി ഈ ഭൂമിയിലേക്ക് വരുന്നു, യെരുശലേമിൽ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനം വയ്ക്കുന്നു, എതിർ ക്രിസ്തുവിനെ പരാജയപ്പെടുത്തുന്നു, അങ്ങനെ ലോകരാഷ്ട്രങ്ങളെ തൻ്റെ അടുക്കൽ കൂട്ടുന്നു. ഇടത്തും വലത്തുമായിട്ട് വലത്തുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവർ, അവർ ചെമ്മരിയാടുകൾ എന്നുള്ള നിലയിൽ നിൽക്കുന്നു, ഇടത്തുള്ളവർ കോലാടുകൾ എന്ന നിലയിൽ ശപിക്കപ്പെട്ടവരെന്ന നിലയിൽ നിൽക്കുന്നു. അവരോട് പറയുന്ന കാര്യമാണ് എന്താ പറയുന്നത്? പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യനരകത്തിലേക്ക് പൊയ്ക്കൊള്ളാനാണ് അവരോട് പറയുന്നത്. അവരോട് പറയുന്നതിന് മുമ്പ് തന്നെ എതിർ ക്രിസ്തുവിനെയും അവൻ്റെ പ്രവാചകനെയും ഇടുന്നുണ്ട് അങ്ങോട്ട്. അവർ രണ്ടും മനുഷ്യരാകട്ടോ. എതിർ ക്രിസ്തുവെന്നും അവൻ്റെ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ വേറെ ആരോ ആണെന്ന് ചിന്തിക്കരുത്, അവർ മനുഷ്യർ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ കാര്യം കാണുന്നത്. അത് കഴിഞ്ഞിട്ട് മത്തായി 23:33 വായിക്കുമ്പോൾ, മത്തായി 23 ശാസ്ത്രിമാരോടും പരീശന്മാരോടും സംസാരിക്കുന്ന ഒരു അധ്യായമാണ്. കപടഭക്തിക്കാരോട് സംസാരിക്കുന്ന കാര്യമാണ്. അത് തുടർമാനമായിട്ട് നമുക്ക് കാണാം. പരീശന്മാരായി നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ കപടഭക്തിക്കാരാന്നൊക്കെ പറയുന്ന അധ്യായമാണ്. അപ്പോൾ അതിൻ്റെ 23-33 വാക്യത്തിലേക്ക് വരുമ്പോൾ അവരോട് പറയാണ്, കപടഭക്തിക്കാർക്കുള്ള ഓഹരി, നരകവിധി എങ്ങനെ നിങ്ങൾ ഒഴിഞ്ഞു പോകുന്ന ചോദിക്കുന്നത്. കടലും കടലാടിയും താണ്ടി ആളുകളെ കൊണ്ടുവന്ന് ഇരട്ടി നരകത്തിന് യോഗ്യരാക്കുന്ന നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകുന്നു? ഇതെല്ലാം യേശു കർത്താവ് പറഞ്ഞതാകട്ടോ. അത് കഴിഞ്ഞിട്ട് 24-ാം അധ്യായത്തിൻ്റെ 50-51 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും പറയുന്നത് കപടഭക്തിക്കാർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയത്രേ അവർക്കുള്ള കാര്യവും. മർക്കോസ് 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 9-48-49 വാക്യങ്ങൾ അവിടെ കാണുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയുന്നത് തീ കൊണ്ട് ഉപ്പിടുമെന്നുള്ളതാണ്. നമ്മൾ മാങ്ങയൊക്കെ കേടുകൂടാതെ ഉപ്പിട്ട് വയ്ക്കില്ലേ, അതുപോലെ ഈ പുള്ളികളെയൊക്കെ ഇടുന്ന സ്ഥലത്ത് തീ കൊണ്ടാണ് ഉപ്പിടുന്നതെന്ന്. കെട്ടുപോകാതെ ചീഞ്ഞു പോകാതെ തീ കൊണ്ട് ഉപ്പിട്ട് വയ്ക്കുമെന്ന്. കൊള്ളാം. മത്തായി 10:28 അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മത്തായി 10:28 അവിടെ നമ്മൾ കാണുന്നത് ദേഹിയും ദേഹത്തെയും കൊന്ന് നരകത്തിൽ തള്ളാൻ കഴിയുന്നവനെ ഭയപ്പെടുമെന്നാണ് പറയുന്നത്. ദേഹത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ടെന്ന്. ദേഹിയെയും ദേഹത്തെയും കൊന്ന് നരകത്തിൽ തള്ളാൻ കഴിയുന്നവനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഭയപ്പെടണം. ന്യായവിധിയെക്കുറിച്ചല്ലേ പറയുന്നത്. അവ ദേഹിയെയും ദേഹത്തെയും തീപ്പൊയ്കയിലേക്ക് ഇടുമെന്നുള്ള സൂചന അവിടെ കിട്ടിക്കഴിഞ്ഞു. ജീവപുസ്തകത്തിൽ പേരില്ലാത്ത ഏതവനെയും ഈ പറഞ്ഞ രീതിയിൽ തീപ്പൊയ്കയിലേക്ക് ഇടും. ഇത് പണ്ട് കാലത്ത് പ്രസംഗിച്ചിരുന്നു പെന്തിക്കോസുകാർ ആധികാരികമായി. ഇന്ന് ഏത് പെന്തിക്കോസുകാരനെ ഇത് പ്രസംഗിക്കുന്നത് എനിക്കറിയില്ല. ഏതെങ്കിലും ചർച്ചുകളുടെ ബൈബിൾ ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. ഒരു കാലത്ത് ഇത് പബ്ലിക്കിൽ പ്രസംഗിച്ചിരുന്ന കാര്യങ്ങളാണ്. ഭയാനകമായ ന്യായവിധി വരുന്നു, കുഞ്ഞാടിൻ്റെ കോപത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുകൊള്ളുവേൻ. കുഞ്ഞാടിൻ്റെ കോപം ആർക്ക് സഹിക്കാൻ കഴിയുമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ദൈവകോപം വന്നത് കുഞ്ഞാടിൻ്റെ മേൽ വീണു. ശ്രദ്ധിക്കണം, ദൈവകോപം കുഞ്ഞാടിൻ്റെ മേൽ വന്നു. ഇനി വരുന്നത് എന്താ? കുഞ്ഞാടിൻ്റെ കോപമാണ്. രണ്ട് കാര്യം പഠിച്ചോണം. പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവകോപം കുഞ്ഞാടിൻ്റെ മേൽ ജ്വലിച്ചു. ആ ക്രൂശ് മരണം അംഗീകരിച്ച് ഏറ്റെടുത്ത് വിശുദ്ധ ജീവിതം നയിച്ച് അവൻ്റെ വരവിന് വേണ്ടി നോക്കി പാർക്കാത്തവരുടെ മേൽ, വിഗ്രഹാരാധനയും പുണ്യവാള സ്തുതിയൊക്കെ ആയിട്ട് നടന്നവരുടെ മേൽ വരാൻ പോകുന്നത് കുഞ്ഞാടിൻ്റെ കോപമാണ്. കുഞ്ഞാടിൻ്റെ കോപം വരുന്നു. മലകളോട് മറപ്പാനൊക്കെ പറയും, ഒന്നും നടക്കില്ല. ആ കോപത്തിൽ നിന്ന് ആർക്കും തെറ്റിയൊഴിയാൻ കഴിയില്ല. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ ഇടുമെന്നുള്ളത് ആധികാരികമായി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ, അവൻ്റെ സഭ ഒന്നടങ്കം പ്രഖ്യാപിക്കുകയാണ്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. സംശയിക്കൊന്നും വേണ്ട, സംഭവിച്ചിരിക്കും. അവൻ്റെ വാക്ക് ഉവെന്ന് പറഞ്ഞാൽ ഉവെന്നാണ്. ഈ പറഞ്ഞ വാക്യങ്ങളൊക്കെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ വെളിപ്പാട് പുസ്തകം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്നത്? വെളിപ്പാട് പുസ്തകം വളരെ ആധികാരികമായ പുസ്തകമല്ലേ? മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ടല്ലോ. അത് പ്രസംഗിച്ചാൽ എന്താണ് ദോഷം? അത് പ്രസംഗിക്കണ്ടേ? പുതുപ്പള്ളി പള്ളിയുടെയും മണർകാട് പള്ളിയുടെയും ഒക്കെ മുമ്പിൽ ചെന്ന് ഇന്ന് പ്രസംഗിക്കണം. എന്തെല്ലാം കോമാളിത്തര കാണിക്കുന്നത്? കോഴി വെട്ടും വാറ്റിയാരായും കുടിക്കലും പിന്നെ എന്നാ തോന്നിവാസങ്ങളെല്ലാം നടക്കുന്ന സ്ഥലങ്ങളല്ലേ ഇതെല്ലാം. ഇവിടെ എടപ്പള്ളി പള്ളി എല്ലാം കോഴി എന്തോരോ കൊല്ലുന്നത്, കോഴീനെ എന്തോരോ കൊല്ലുന്നത്, വാറ്റിയാരെ എന്തോരോ അടിച്ചു കയറ്റുന്നത്, കടമറ്റം പള്ളി അവിടെയൊക്കെ ഇതല്ലേ നടക്കുന്നത്. കടമറ്റത്ത് ഇപ്പം ഞങ്ങൾ നിരോധിച്ചെന്നൊക്കെ പറഞ്ഞു വരും. എന്നാ നിരോധിച്ചെന്ന്? ഒരു നിരോധനമില്ല. കുടിയന്മാരെല്ലാം കുടിക്കുന്നുണ്ട്, കോഴീനെ എല്ലാം വെട്ടുന്നുണ്ട്. ആചാരപരമായിട്ട് തന്നെയാണ് കോഴീനെ വെട്ടുന്നത്. ഇതിനെല്ലാം കനത്ത ന്യായവിധി വരുന്നുണ്ട്.
അതുകൊണ്ട് ഈ സമൂഹങ്ങളിൽപ്പെട്ട സകലരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്, സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ, സുവിശേഷം കൈക്കൊള്ളുവീൻ, നിത്യരക്ഷ ഉറപ്പാക്കുവീൻ, വരാൻ പോകുന്ന ഭയാനകമായ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയുവിൻ. അതിനുള്ളൊരു സന്ദർഭമാണിത്. ദൈവത്തിൻ്റെ ദാസന്മാരെ ഞങ്ങൾ സ്വർഗദൂതന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് വ്യക്തം കൃത്യവുമായി പറയുകയാണ്, ന്യായവിധിയിൽ നിന്ന് ഒഴിവില്ല, ന്യായവിധിയിൽ നിന്ന് ഒഴിവില്ല. മടങ്ങി വരുവിൻ, വചനത്തിലേക്ക് മടങ്ങി വരുവിൻ, ദൈവസന്നിധിയിൽ താണിരിപ്പീൻ, വീണ്ടും ജനനാനുഭവത്തിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പീൻ. അതാണ് പറയാനുള്ളത്. അല്ലാതെ നാഴികയ്ക്ക് 40 വട്ടം സ്വർഗസ്വനായ പിതാവേ എന്ന് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. ആദ്യം ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള വഴികളാണ് ഇത്രയും നേരം പറഞ്ഞത്. സമയം വളരെ മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. വളരെ ഗൗരവതരമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇതിലെ റഫറൻസുകളൊക്കെ സഹോദരങ്ങളെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതെല്ലാം കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ചിരുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിനൊന്നും ഒരു ഒഴിവുമില്ല, ഒരു ഒഴിവുകഴിവുമില്ല. സിറിയൻ ഓർത്തഡോക്സ് സമൂഹത്തിൻ്റെ, അതായത് IOC-യുടെ സീനിയർ മെത്രാപ്പോലിത്തയായിരുന്ന മൺമറഞ്ഞു പോയ ഗീവർഗീസ് മാർ ഒസ്താത്തിയോസ് എന്ന് പറയുന്ന ബഹുമാനായ വയോധികൻ, അദ്ദേഹം ഒത്തിരി പേരെ ഈ യഥാർത്ഥ സത്യവഴിയിൽ നിന്ന് അകറ്റിക്കളഞ്ഞിട്ടുണ്ട്, ദൈവവിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞിട്ടുണ്ട്. ദൈവം അനുവദിച്ച അടുത്ത ദിവസം ഞാൻ അതിനെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അദ്ദേഹം മാത്രമല്ല, അവരുടെ ഇടയിലുള്ള ചില മെത്രാപ്പോലിത്തമാരുടെ ചില പ്രസംഗങ്ങളുടെ സൂചനകൾ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരാം. വഞ്ചനയുടെ ലോകം, വഞ്ചന, അനേക ആയിരങ്ങളെയാണ് ഇവർ വഞ്ചിക്കുന്നത്. അതായത് തീപ്പൊയ്യയിലേക്ക് അനേകരെ പറഞ്ഞു വിടുകയാണ്, ബോർഡിംഗ് പാസ് കൊടുത്ത് പൊയ്ക്കോളാൻ പറയുകയാണ്. സ്വർഗസ്വനായ പിതാവെ ചൊല്ലി എല്ലാവരും അങ്ങോട്ട് പൊക്കോളാനാണ് പറയുന്നത്. ദൈവത്തെയും ദൈവവചനത്തെയും ഭയപ്പെടണ്ട. വെളിപ്പാട് പുസ്തകം നമുക്കുള്ളതല്ല, അത് ആരാണ്ട് എഴുതിയതാണ്. അത് കാനോനികമല്ല, അത് അംഗീകരിച്ചിട്ടില്ല, പിതാക്കന്മാർ അംഗീകരിച്ചിട്ടില്ല. ഏത് പിതാവാണോ? എനിവേ, എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.